എൻ്റെ പേര് ലില്ലുക്കുട്ടി എന്നാവുന്നു. ഞാൻ ഹൂസ്റ്റണിൽ നിന്നായില്ല എനിക്ക് അറിയിക്കുന്നത്. ഇങ്ങനെ ജോസഫ് മാത്യു പാസ്റ്ററുമായിട്ട് പലപ്പം ഇങ്ങനെ കർത്താവിൻ്റെ പേരെയും സംബന്ധിച്ച് വചനം കേൾക്കാനൊക്കെ ഞാൻ ഈ ലൈനിൽ കയറാറുണ്ട്. സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ വചനമൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു ഞാൻ ഈ ലൈനിൽ കയറിയേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ചെറിയ വേല ഈ ദേശത്ത് ഹൂസ്റ്റന്റെ പട്ടണത്തിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഈ നവംബർ ആകുമ്പോൾ 4 വർഷമായി അത് ഞങ്ങൾ ആരംഭിച്ചിട്ട്. ഞങ്ങൾ എൻ്റെ പേര് ഗോസ്ബൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാ. ഗോസ്ബൽ ഡിസ്ട്രിബ്യൂഷൻ ഇടാൻ കാര്യം, ഇതിനകത്ത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രതി വെക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് അത് ഗോസ്ബൽ ആണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഗോസ്ബൽ ഡിസ്ട്രിബ്യൂഷൻ പേരിട്ടിട്ടുണ്ട്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു മർത്തോമക്കാരിയായിരുന്നു. ഇവിടെ ഈ രാജ്യത്ത് വന്നിട്ട് ഇപ്പം 28 വർഷമായി. അപ്പോൾ തന്നെ ഞാൻ മർത്തോമ സഭയിലെ ഇടക്കൂട്ടങ്ങൾക്കൊക്കെ വളരെ താല്പര്യത്തോട് പോകുന്ന ഒരാളായിരുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ അതിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് പിന്നെ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നു. നാട്ടിൽ വെച്ചും എനിക്ക് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് നല്ല ആരാധനയൊക്കെ ഇഷ്ടമായിരുന്നു. ഒരിക്കലും മർത്തോമ സഭയിൽ നിന്ന് വേർതിരിയാൻ ഞാൻ ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം അതൊന്നും അല്ലായിരുന്നല്ലോ. ദൈവം പറിച്ചെടുത്ത് മാറ്റി നട്ടതുപോലെ എന്നെ പെന്തക്കോസ്ത് വേർപെട്ട സമുദായത്തിൽ ദൈവസഭയിൽ ചേർത്തു. അതെന്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അന്ന് വരെ എനിക്കൊരു പേഴ്സണൽ പ്രയറിലായിരുന്നു. പക്ഷെ അവിടുന്ന് മുതൽ എനിക്കൊരു പേഴ്സണൽ പ്രയർ സ്വർഗത്തിലെ ദൈവം ആരംഭിക്കാൻ ഇടയാക്കി. ഞാനിത് പറയുന്നെങ്കിൽ എല്ലാത്തിലും എന്നെ കൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതിലും എൻ്റെ ഒരു പേരല്ല, എനിക്കൊന്നും വേണ്ട, ഞാൻ സീറോയാ. എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ആ തിരുനാമം ഉയരണം. സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലും ഉയർത്തപ്പെട്ട ഒറ്റ നാമം യേശുക്രിസ്തുവിന്റെ നാമം. ആ യേശുക്രിസ്തുവിന്റെ നാമം ഉയരണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഈ എനിക്ക് ഇന്നിപ്പോ 64 വയസ്സുണ്ട്. എനിക്ക് 7 കൊച്ചുമക്കളുണ്ട്. 3 മക്കള്, 2 പെൺമക്കളും 1 മോനും. പെൺമക്കളെ 2 പേരെയും വിവാഹം ചെയ്തയച്ച് നാട്ടിൽ ചെന്ന് അവർക്ക് തക്കതായ ദൈവം ഒരുക്കിയ ജീവിത പങ്കാളിയും കൊണ്ട് അവരെ ഒന്നിച്ചു ചേർക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അപ്പോഴും കേൾക്കുന്ന ദൈവജനമേ, ഞാനൊരു കാര്യം പറയുന്നു. എന്തുകൊണ്ടോ ഞാൻ മർത്തോമായിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് 5 വയസ്സുള്ളപ്പോൾ മുതൽ അവർക്ക് ദൈവമേ ഒരു കുടുംബജീവിതം കൊടുക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാൻ കാരണം പലരുടെയും കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അത് വരരുത്. അതുകൊണ്ട് എനിക്ക് കുഞ്ഞിലെ പ്രാർത്ഥിക്കുമായിരുന്നു. വർഷങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം ഒരു വചനം തന്നത്. അന്ന് വചനം ഇതാ, 84-ാം സങ്കീർത്തനമാണെന്ന് തോന്നുന്നത്, 81 ഇങ്ങനെയുണ്ട്: ഞാൻ നിന്നെ മേത്തരമായ കോതം കൊണ്ട് പോഷിപ്പിക്കുമെന്ന്. ആ വചനം ഞാൻ പഠിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം അതിന് തക്കതായ ഒരു കുടുംബജീവിതം കൊടുത്തു. അതിന് തക്കതെന്ന് പറഞ്ഞാല് ദൈവത്തെ സേവിക്കാൻ താല്പര്യമുള്ള ഭക്തരായ 2 കുഞ്ഞുങ്ങളെ ദൈവം പെൺകുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുത്തു. ഒരു കുടുംബമായിട്ട് വസിക്കുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുകയും പിന്നെ വചനം ഇങ്ങനെ ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാം, അവർ കേൾക്കുന്ന വചനം എന്നോട് പറയാം. ഞങ്ങൾ ഇങ്ങനെ വചനം ഷെയർ ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് 60 വയസ്സായപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, 4 കൊല്ലം 5 കൊല്ലം മുമ്പേ, കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, ഞാനിങ്ങനെ എനിക്കൊരു സെക്കുലർ ജോലിയുണ്ട്, ആ ജോലി ചെയ്ത് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു. ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ മതി. ഒരു ദിവസം ഞാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തുവാ, എൻ്റെ കയ്യിൽ ഒരു ആത്മാവ് പോലും ഇല്ലല്ലോ, ഞാനൊന്ന് ലജ്ജിക്കേണ്ടി വരുമല്ലോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു, നീതിമാന്മാർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും, അവർ അനേകരെ നീതിയിലേക്ക് തിരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സായി, നക്ഷത്രങ്ങളെ പോലെ നിത്യതയിൽ ശോഭിക്കണമെങ്കിൽ നീ അനേകരെ നീതിയിലേക്ക് തിരിക്കണം. എന്താവുന്നു നീതി? ദൈവത്തിന്റെ നീതി. ആ നീതിയിലേക്ക് തിരിക്കണം. റോമാലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തിരക്കുന്ന സകല മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരുടെ മേലെല്ലാം ദൈവത്തിന്റെ ക്രോധം ചുറ്റിയിരിക്കുക. അതുകൊണ്ട് സകല മനുഷ്യരും ക്രിസ്തുവിനെ അറിയണം. ആ അറിയാത്തവരെല്ലാം നിത്യ പൊയ്കെ ചെന്ന് വീഴുമെന്നുള്ള സത്യം മനസ്സിലായി. അതുകൊണ്ട് പോള് പറയുന്നു അവിടെ, പിന്നെ ജാതികളെ നിങ്ങളെ ഈ തീപ്പൊയ്കയിൽ പോയി വീഴും. ധർമ്മോഷ്ടാക്കന്മാര്, കാരണം മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ പോയി വീഴും, യഹൂദനും പോയി വീഴും. അതുകൊണ്ട് 3 കൂട്ടരെ അനുസരണക്കീഴിന്റെ കീഴിലടച്ചു. പിതാവായ ദൈവത്തോട് പിതാവ് ഒരു കാര്യം ചെയ്തു, ഞാനൊരു വഴി വെക്കുക, ഞാൻ ഇറങ്ങി വരിക, എൻ്റെ പുത്രനെ അയക്കുക.
വഴി, ഞാൻ തന്നെ സത്യവും ജീവനും സത്യവും വഴിയുമാന്നുള്ള ആ വഴി വെച്ചു. ആ വഴി കൂടെ വരാതെ ആർക്കും പിതാവിനോട് അടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വെച്ച വഴിയാ. അതുകൊണ്ട് സകല മനുഷ്യനെ അനുസരണക്കേടിന്റെ കീഴിൽ അടച്ചേച്ച് ഈ വഴി തുറന്നു വരുന്നു. ആര് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു അവന് നിത്യജീവനുണ്ട്. അത് നിത്യജീവനും നിത്യനാശവും രണ്ടും നിത്യത. രണ്ട് ആത്മാക്കളും മരിക്കുന്നില്ല. ഒരു കൂട്ടർ തീ കടന്ന് വെന്തെരിയുന്നു, ഒരു കൂട്ടരെ പിന്നെ നിത്യജീവൻ ക്രിസ്തുവിനോട് കൂടെ എന്നും എന്നും സ്വർഗത്തിൽ പിതാവിനോടൊത്ത് പുത്രനോടൊത്ത് വാഴുന്നു. അതുകൊണ്ട് റോമാലേഖനം 11-ാം അധ്യായം അവസാനത്തെ വാക്യങ്ങളിൽ പറഞ്ഞു, ദൈവത്തിന്റെ ധനജ്ഞാനം അറിവ് ദൈവത്തിന്റെ ഈ അറിവ്, ഈ ജ്ഞാനം എത്രവാ. ഒന്നിനും കൊള്ളാത്ത എന്നെ, ഒന്നിനും കൊള്ളാത്ത മനുഷ്യവർഗത്തെ തള്ളിയിടാൻ കൊള്ളാത്ത എന്നെ നിത്യ തേജസ്സിൽ ആ സ്വർഗത്തിൽ പിതാവിന്റെ മുൻപിൽ മണവാട്ടി, അത് എത്ര അത്ഭുതകരം. ഇത് സകല മനുഷ്യരും അറിയണം. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് പറയണം. അത് നമ്മുടെ ഒരു ദൗത്യമാ. അതൊരു ദേവദാസനോ ഒരു പാസ്റ്ററോ ഒരു ആരുമല്ല അറിയിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ട ഏത് വ്യക്തിയുടെ ഒരു റെസ്പോൺസ് നമ്മൾ സുവിശേഷം മറ്റുള്ളവരോട് പറയണം. അതിനുണ്ട് മാനിക്കപ്പെട്ടാലും രണ്ടും സ്വർഗത്തിലെ ബിസിനസിന്റെ കാര്യമാണ്. നമുക്ക് ഇതിൽ രണ്ടിൽ അപമാനിക്കപ്പെട്ടോ സ്തോത്രം പറഞ്ഞ് അപമാനം ഏറ്റെടുത്തോണം. പിന്നെ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറയുന്നു, ആര് നിങ്ങളെ തള്ളുന്നോ നിങ്ങൾ ഉല്ലസിപ്പി, നിങ്ങളുടെ പ്രതിഫലം വലുതാകല. ആ പ്രതിഫലത്തിന് പേര് പറഞ്ഞിട്ടില്ല, ആ പ്രതിഫലം വലുതാണെന്നോ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഭൂമി പലതും നമുക്ക് മറിഞ്ഞിരിക്കുന്നൊന്നും നമുക്കുള്ളതല്ലെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. മറിഞ്ഞിരിക്കുന്ന അനേക മർമ്മങ്ങളെ ദൈവസ്ഥനിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പിന്നെ വെളിപ്പെടുത്തേണ്ടതൊക്കെ ദൈവം വെളിപ്പെടുത്തി തരും. അങ്ങനെ ഈ സുവിശേഷം മറ്റുള്ളവരും അറിയണമെന്ന് ചിന്തിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 6 മാസം മുതൽ 8 മാസം വരെ പ്രാർത്ഥിച്ചപ്പോൾ ഞാന് ഹലോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു ആത്മീയ സുഹൃത്തുണ്ട്, ഒരു സഹോദരി. ആളുടെ പേര് സൂസൻ എന്ന. ഞാൻ സൂസനോട് പറഞ്ഞു, സൂസനെ നമുക്ക് അവധിയുള്ള ദിവസം ഈ വാൾമാർട്ട്, ഹോം ഡിപ്പോ അങ്ങനെ വലിയ ഷോപ്പിംഗ് മാളിൽ പോയി വണ്ടിയുടെ വൈപ്പറയിലോ പിന്നെ ട്രാക്ട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും മഴയില്ലാത്ത ദിവസം പോയി വെക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിത് ഇവിടെ ഈ ലൈൻ പോലെ നമ്മുടെ പാസ്റ്റിന് അറിയാം, ഒരു ബോസ്റ്റൺ പ്രയർ ലൈൻ ഉണ്ട്. ഞാൻ അതിനകത്ത് കയറുന്ന ഒരാൾ. അങ്ങനെ കയറിയപ്പോൾ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ദൈവദാസൻ പറയുന്നു, നിങ്ങൾ വാൾമാർട്ടിൽ പോയി കൊടുക്കുമോ? നിങ്ങൾ ഒരു ഗോസ്പൽ ഓഫ് ജോണിന്റെയോ മാർക്കിന്റെയോ ഒരു പ്രതി കൊടുക്കുമോ? ആർക്കെങ്കിലും കൊടുക്കുമോ? അങ്ങനെ നിങ്ങൾ കൊടുക്കണം, ഇന്നു മുതൽ കൊടുക്കുന്നില്ലേ കൊടുക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ വണ്ടിയുടെ വൈപ്പറെ വെക്കുന്നുണ്ട്. പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടായി. എനിക്ക് ഗോസ്പൽ ഓഫ് ജോൺ കിട്ടിയായിരുന്നേ അതുകൂടെ കൊടുക്കാമായിരുന്നല്ലോ. എനിക്ക് ഈ പാസ്റ്റർ ദേവദാസന്റെ ഫോൺ നമ്പറിൽ ഒന്നുമില്ല, ഷിക്കാഗോയിൽ നിന്നാണ് കയറുന്നതെന്ന് മാത്രം അറിയാം. ഞാൻ പെട്ടെന്ന് അന്നേരം അതിന്റെ ഫൗണ്ടർ സൂസനെ വിളിച്ചു. സൂസൻ സിസ്റ്ററെ, എനിക്ക് ഇന്നടത്തു നിന്ന് കയറുന്ന ഇത്ര സമയത്ത് കയറുന്ന ആ ദേവദാസനെ നമ്പർ തരാമെന്ന് ചോദിച്ചു. തന്നു. എന്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ലിവിങ് വാട്ടറുടെ ഗോസ്പൽ ഓഫ് ജോൺ വാങ്ങിക്കുന്നത്. ഞാൻ ഉണ്ട്, അത് ഞാൻ തരാം, ഞാൻ കുറെ അയച്ചു തരാന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് ഒരെണ്ണം പോലും അയച്ചു തരണ്ട, കിട്ടുന്ന വഴി ഒന്ന് പറഞ്ഞു തന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇമെയിൽ തന്നു, ചെയ്തു. ഒരു കോപ്പിക്ക് 39 പൈസ വെച്ച് ഞങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. പക്ഷെങ്കിൽ അന്ന് വാങ്ങിക്കാൻ തുടങ്ങി, നമുക്ക് അത് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എങ്ങനെ ട്രാക്റ്റും ഇതും കൂടെ കൊടുക്കുന്നത്? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, എല്ലാ ഡോറിന്റെ നോബ് ഉണ്ടല്ലോ, ഫ്രണ്ട് ഡോറ്, അവിടുത്തെ ഹാങ് ചെയ്യത്തക്കവണ്ണം ഒരു ഹോൾ നമ്മളെ യൂലൈൻ ആരംഭിച്ചു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ സഹായിച്ചു. ആദ്യമായിട്ട് ഞങ്ങൾ കൊടുക്കാൻ 4 വർഷം മുമ്പ് പോകുമ്പോൾ ഞാനും ഈ സഹോദരി മാത്രമേ ഉള്ളൂ. ഞാൻ ഈ സഹോദരിയുമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. 8 മണിക്ക് പോകാൻ തീരുമാനിച്ച പെട്ടെന്ന് ഈ സഹോദരി, എന്നെ വളരെ തീഷ്ണതയുള്ള ഒരു സഹോദരിയ, പെട്ടെന്ന് എന്നോട് പറഞ്ഞു, പെട്ടെന്ന് എനിക്കൊരു അത്യാവശ്യം വന്നു, ഇന്ന് എനിക്ക് വരാൻ ഒക്കത്തില്ലെന്ന്. കാരണം തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ ഇടുക. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇതിനു വേണ്ടി ഒരുങ്ങിയതാ. എന്തോ എന്റെ ഉള്ളത്തിൽ ഭയങ്കര താല്പര്യമായിരുന്നു. സുവിശേഷം അറിയിക്കുക, ട്രാക്സുകൾ കൊടുക്കുക, നമ്മളാൽ ആവത് ചെയ്യുക. നമുക്ക് സ്റ്റേജുകളിൽ പോയി പ്രസംഗിക്കുക മാത്രമല്ല, അനേക രീതിയിൽ നമുക്ക് സുവിശേഷം അറിയാം. അപ്പോൾ ഇത് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യം തോന്നി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, സൂസൻ വരാനൊക്കത്തില്ലെന്ന് വിളിച്ചോണ്ട് എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഉടനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, നീ തന്നെ അങ്ങ് പൊക്കോളാം. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നതിനോ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനോ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. നാട്ടിലായിരിക്കുമ്പോഴും ഞാനിങ്ങനെ ഒത്തിരി കൂട്ടായ്മകൾക്ക് പോകുമായിരുന്നു. മർത്തോമായിലായിരിക്കുമ്പോഴും പെന്തക്കോസ്ത് എനിക്ക് പോകാൻ തന്നെ പുള്ളി സ്കൂട്ടർ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം നീ ബസ് കയറി പോകണ്ട, ഇതിന് പൊക്ക
പക്ഷെ പുള്ളി അങ്ങനെ വരത്തില്ല. എനിക്കതിൽ ഭാരമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഞങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നതിന് സാമ്പത്തികമായിട്ടൊരു വർധനയ്ക്കുണ്ടായി. എൻ്റെ അനിയച്ചാൻ നരകത്തിൽ പോകാതെ രക്ഷിക്കപ്പെടുക. ഇവിടെ വന്നപ്പോൾ ഇതിനെല്ലാം വലിയ മാറ്റം ദൈവം കൊടുത്തു. അങ്ങനെ എന്നോട് പറഞ്ഞു, നീ തന്നെ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനിയച്ചാൻ, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം കഴിയും, നമ്മൾ മരിക്കും, ഒരു ദിവസം നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കും. അന്ന് ഞാൻ പ്രതിഫലം വാങ്ങും. ഭൂമിയിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്. അനിയച്ചാൻ അന്ന് ലജ്ജിച്ചു നിൽക്കേണ്ടി വരും. സ്വർഗത്തിലാണെങ്കിൽ ലജ്ജിച്ചു നിൽക്കേണ്ടി വരും. അവിടെ ഒരു പ്രതിഫലവും കിട്ടില്ലെങ്കിൽ നമുക്ക് ലജ്ജിച്ച് തേജസ്സും കിട്ടത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദാനിയേൽ പ്രവചനം അനേകരെ നീതിയിലേക്ക് തിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ജോസിനെ പോലെ ശോഭിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരുങ്ങി എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഒരു ചെറിയ സബ് ഡിവിഷനിൽ ചെന്നു. ആ സബ് ഡിവിഷനിൽ 175 ഫാമിലി ഉണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ 2 ബാഗ് ഇത്രയും എണ്ണം കൊണ്ടാ പോയത്. അത് മുഴുവനും ഞങ്ങൾ കൊടുത്തേച്ച് തിരിച്ചു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൈവമക്കളെ, ദൈവ കുഞ്ഞുങ്ങളെ, അന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്കും എൻ്റെ സഹോദരിക്കും കൂടെ ഈ ഹോസ്റ്റൽ മുഴുവൻ കൊടുക്കാൻ സാധിക്കുന്നു. ഒരിക്കലും കൊടുക്കാനൊക്കത്തില്ല, കാരണം ഞങ്ങൾക്ക് വഴി അറിയത്തില്ല. എന്നാൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ 3 പേരും കൂടെ തുടങ്ങിയ ഞങ്ങൾ ഒരു 6 മാസം 3 പേര് തന്നെ കൊടുത്തു. പെട്ടെന്ന് ഞങ്ങളോട് ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി. അത് ഞങ്ങളുടെ സഭയിലുള്ളവരല്ല, TPM-ലുള്ളവരുണ്ട്, ദൈവദാസന്മാരുണ്ട്, വേറെ സഭയിൽ പോകുന്നവരുണ്ട്. അവരൊക്കെ ചോദിച്ചു, ഞങ്ങളൂടെ വന്നോട്ടെ നിങ്ങളോട്. ഞാൻ പറഞ്ഞത് വളരെ സന്തോഷം വന്നു, നിങ്ങൾ ഇങ്ങനെ വന്നാൽ മതി, നിങ്ങൾ കൊടുക്കാനുള്ള ബാഗുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം, ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടാ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവര് വന്നു. അവര് ഞങ്ങളോട് കൂടെ ചെന്നു. സത്യമായിട്ടും 8 മാസം 6 മാസം പ്രാർത്ഥിച്ചതിന്റെ ഒരു ഫലമാണ്. ദൈവം ഞങ്ങളോട് കണക്ട് ചെയ്തു. അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ചില ബന്ധങ്ങൾ തരുമെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നതാ ഞങ്ങളെ ബന്ധപ്പെടുത്തിയ കുറെ ആൾക്കാരുണ്ട്. എൻ്റെ സഭയിലും എൻ്റെ ബന്ധത്തിലും ഉള്ളവരെക്കാളും ഭയങ്കര താല്പര്യമാ. ഞങ്ങളെ ഈ കൂട്ടത്തിൽ ഇപ്പം 10-13 പേരുണ്ട്. അവരോടൊരു കാര്യം പറയുക, അവരോടൊരു ആവശ്യം പറയാം. അവർ എന്ത് പ്രാണത്യാഗം ചെയ്താ ഓടി വരുന്നതെന്നറിയാം. കാരണം ആ ദൈവസ്നേഹം, ആ ക്രൂശിലെ സ്നേഹം, ഞങ്ങൾക്ക് ഒന്നിച്ചങ്ങനെ കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഈ വേല ചെയ്യാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ 8 മണിക്കൊക്കെയാ പോകുന്നത്, 7 മണിക്കൊക്കെയാ പോകാൻ തുടങ്ങുന്നത്. പിന്നെ ഞങ്ങള് എപ്പോ സൂര്യൻ ഉദിക്കുന്നു, അത് നമ്മുടെ ഫോണിനകത്ത് കാണുമില്ല സൂര്യൻ ഉദിക്കുന്നത്, ആ സമയമാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ദേശത്ത് ചെല്ലണം. ഞങ്ങള് ആദ്യം തുടങ്ങിയ ഒരു ഏരിയ തുടങ്ങി. എവിടെങ്കിലും കാണുന്നിടത്ത് കൊടുത്തേച്ചു പോകുകയല്ല. ഞങ്ങളുടെ ചിന്ത, ഹൂസ്റ്റണിൽ ഏകദേശം 3.5 മില്യൺ ആൾക്കാരുണ്ട്. അവിടെ മുഴുവൻ ഈ സുവിശേഷം ചെല്ലണം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലോ വെള്ളസിംഹാസനത്തിന് മുമ്പിലോ നിൽക്കുമ്പോൾ പറയരുത് ആരും, അയ്യോ ഞങ്ങൾ ഈ സുവിശേഷം കേട്ടില്ല, ഞങ്ങൾ ഈ യേശുവിനെ അറിഞ്ഞില്ലെന്ന് പറയല്ലേ. ഇത് ആർക്ക് ശിക്ഷാവിധിക്ക് കാരണമാകല്ലേ, അനുഗ്രഹത്തിന് കാരണമാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങളൊരു ഒരു പോയിന്റ് വെച്ചു. ആ പോയിന്റിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി, ആ സബ് ഡിവിഷനിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി, ആ ദേശത്തുനിന്ന് തുടങ്ങി. ഞങ്ങൾ ഒറ്റ വീടും വിടാതെ കൊടുക്കാൻ തുടങ്ങി. അവിടെയുള്ള അപ്പാർട്ട്മെന്റുകളെ, അവിടെയുള്ള താണതും ഉയർന്നതുമായ സകല വീടുകളിലും കൊടുക്കും. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡ് അന്ന് എന്റെ കൂടെ വന്നില്ലായിരുന്നു. കാരണം ഞങ്ങളെ ഈ രണ്ട് പേരെയാ ഓരോ സ്ട്രീറ്റിൽ ഇറക്കി വിടുന്നത്. അപ്പുറം ഇപ്പുറം കൊടുത്തു കഴിയുമ്പോഴത്തേനും ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴേക്കും അവരോട് ഇപ്പൊ വേറൊരു അച്ഛനുണ്ട് ഹെൽപ്പ് അതിനും, ഇതുപോലെ വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട്. അവർ 2 പേരും കൂടി ഇങ്ങനെ നടക്കും. ഞങ്ങൾ വലിയ ഒരാളെ വിരിക്കും. ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ അവർ അടുത്ത സ്ട്രീറ്റിൽ കൊണ്ടുവരും. അടുത്ത സ്ട്രീറ്റുകാരുണ്ടെ വിളിക്കും, ഞങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു സ്ട്രീറ്റിൽ കൊണ്ടുവരും. ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സബ് ഡിവിഷൻ മുഴുവനും ഞങ്ങൾ കൊടുത്ത് തീർത്ത് ഒരു ഭവനം പോലും വിടാതെ ഞങ്ങൾ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ കൊടുത്ത് എല്ലാ വീടും കവറപ്പ് ചെയ്യും. ഇപ്പം ഈ 4 വർഷം കൊണ്ട് ഏകദേശം ഒരു 68,000-70,000 വീടുകൾ ഞങ്ങൾ കവർ ചെയ്തു. ഇന്നിപ്പോ ഇവിടെ 40 താടിയ ടെമ്പറേച്ചർ, എന്റെ വിരലൊക്കെ മരുത്തിരിക്കുക. എന്നാലും എനിക്കതൊരു വിഷയമല്ല. ഞാൻ കൂടെ വരുന്നവരെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടന്നു. എന്തുകൊണ്ട് 2 മണിക്കൂർ അല്പം തണുപ്പ് സഹിക്കാൻ വയ്യ. യഹോവ നമുക്ക് കോട്ടയായിട്ടുണ്ട്, ഒരു പനിയും വരത്തില്ല. എന്നെ സംബന്ധിച്ച് ഈ ഐസ് വീണ ചില സമയമുണ്ട്. അപ്പം അപൂർവം ചില്ലരെ വന്നിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാം, എന്നെ ഇറക്കി വിട്ടേക്കെ, നിങ്ങൾ ആരും ഇറങ്ങണ്ട, ഞാൻ കൊടുക്കാന്ന്. ഞാൻ അന്നും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സാറ്റർഡേ പോലും കൊടുക്കാതിരുന്നിട്ടില്ല. കണ്ടിന്യൂസ്. ഇതൊന്നും ആരുടെയും ഒരു കഴിവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് സഹായിക്കും. ഞാനൊരു സെക്കുലർ ജോലി ചെയ്യുന്ന ആളാ. ഞാൻ മൺഡേ ടു
ടു ഫ്രൈഡേ ജോലി ചെയ്യുന്നു. ഫ്രൈഡേ ഈവനിങ് ആകുമ്പോഴത്തേന് എനിക്ക് സാറ്റർഡേ ജോലിയുള്ള ആളാ. പക്ഷെ ഞാൻ പോകത്തില്ല. ഞാൻ ചെറിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ഞാൻ സാറ്റർഡേയിലൊക്കെ ജോലിയുണ്ട്. എല്ലാവരും വരും, എസ്പെഷ്യലി ഓവർ ടൈമാ. എല്ലാവരും വരും, ചോദിച്ചു വാങ്ങിച്ചു വരും. ഞാൻ പറയാം എന്നോട് സാറ്റർഡേ ജോലി പറയല്ലേ, ഞാൻ വരത്തില്ല. ഞാനൊരു മിഷൻ വർക്ക് ചെയ്യുന്ന ആളാ. അങ്ങനെ 4 വർഷമായി ഞാൻ സാറ്റർഡേ ജോലിക്ക് പോകത്തില്ല. അതെനിക്കൊരു ധനമാ, അതെനിക്കൊരു അപ്രമേയ ധനമാ, അതെനിക്കൊരു മഹിമാധനമാ. ക്രിസ്തു എന്റെ ഉള്ളത്തിലുണ്ടോ, എനിക്ക് മഹിമാധനമാ. സാറ്റർഡേയിലെ ഒരു ജോലിയുടെ ശമ്പളം എനിക്ക് വിഷയമല്ല. എന്റെ ദൈവം സഫിഷ്യന്റ് എന്റെ എല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ട് ഞാൻ സാറ്റർഡേ പോകത്തില്ല. സാറ്റർഡേ ഫ്രൈഡേ ഉച്ചയാകുമ്പോഴത്തേന് മനസ്സിൽ തുടിപ്പാ. നാളത്തേക്ക് ബാഗുകളെല്ലാം റെഡിയാക്കണം, ഇത് കൊണ്ടുപോകണം. അന്ന് 2 ബാഗ് തുടങ്ങി, ഇന്ന് 20 ബാഗിൽ മേലെ ഞങ്ങൾ കൊണ്ടുവരും. കാരണം ആര് വന്നാലും സാധനം ഇല്ലല്ലോ എന്ന് പറയാനിടയാകല്ലേ. എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും വേണ്ട. അവരും വരുന്നവരെല്ലാം വളരെ തീഷ്ണതയുള്ളവരാ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത് തുടങ്ങുന്നത്, ആൾക്കാരെയും കൊണ്ട് വരുന്നത്. ചിലരൊന്നും അവിടെ വരത്തില്ല, അവർ സൈറ്റിൽ വരും. കാരണം ഇത് ഫ്രൈഡേയില് ഞങ്ങളെല്ലാവരും കൂടി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ സെൻഡ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അവരവിടെ വരും. എല്ലാവരും വന്ന് എല്ലാവർക്കും കൊടുക്കാൻ ഇങ്ങനെ ഞങ്ങൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാകരുണ. ഇതിനോട് ബന്ധിച്ച് ഞങ്ങള് ഈ വിത്ത് വിതച്ച് ഇത് കരിഞ്ഞു പോകാൻ ഇടയാകല്ലേ, തരിശു നിലത്ത് കിടന്ന്. അതുകൊണ്ട് ഇതിന്മേൽ മഞ്ഞും മഴയും അയക്കണം. ഞങ്ങൾ തീരുമാനിച്ചു നമുക്കൊരു ഓൾ നൈറ്റ് പ്രയർ വെക്കണം. അങ്ങനെ മാസത്തിലൊരിക്കൽ ഓൾ നൈറ്റ് പ്രയർ ചെയ്യാൻ സാധിച്ചു. അന്നപ്പോ തന്നെ ഇളകി മീൻസ് ഞാൻ പറഞ്ഞു അവർക്കൊരു അയ്യോ ഈ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യുന്നല്ലോ, നമ്മളൊന്നും ചെയ്യുന്ന. അപ്പൊ അവരോട് പറഞ്ഞു ഓൾ നൈറ്റ് പ്രയർ ഞങ്ങളുടെ ചർച്ചിൽ കൂടെ പറയണം. ചർച്ചിൽ പറയാം, അവർ വരുന്നവര് വരും. ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് ഈ വേലയെ കർത്താവ് നമ്മളെ ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ ആത്മാക്കളെ വിടുവിക്കപ്പെടണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓൾ നൈറ്റ് പ്രയർ. ഞങ്ങളുടെ ഓൾ നൈറ്റ് പ്രയർ 8 മണിക്ക് തുടങ്ങി 2 മണിക്ക് തീരും. ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കും. 2 മണിക്ക് തീർന്നാല് ഇത് കൂടെ വരുന്ന ആരുടെയെങ്കിലും വീടുകളിലായിരിക്കും. അവിടെ തന്നെ ഞങ്ങൾ അവിടെ കിടന്ന് 5 മണിക്ക് എല്ലാവരും എഴുന്നേൽപ്പിക്കും, റെഡിയാകും. 6:30 ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കും. 8:30 8:45 വരെ കൊടുത്ത് ആ ഏരിയയിൽ നിന്ന് പ്രാർത്ഥിച്ചേച്ച് ഞങ്ങള് മടങ്ങിപ്പോകും. അങ്ങനെ ഞങ്ങളുടെ ഈ വേല ചെയ്യുന്നത്. ഒരു ദിവസം പോലും ചില ദിവസം മഴയായിരിക്കും ദൈവമക്കളെ. വെതർ പറയും 100% മഴ. ഞാൻ പണ്ട് മുതലേ മർത്തമായി നിൽക്കുമ്പോ തന്നെ ഇങ്ങനൊരു വചനമുണ്ട്, നിങ്ങൾ അടിക്കുന്നത് ഞാൻ അടിക്കും, നിങ്ങൾ കിട്ടുന്നത് ഞാൻ കിട്ടും. ഈ വചനത്തെ മുറുകെ പിടിച്ച് ഞാൻ അന്നും ദൈവം എന്നെ കൊണ്ട് പല പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾ ഭാരപ്പെടണ്ട, വേല കർത്താവിൻ്റെതാ. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുക. നമ്മൾ വെറും ചൂടാ മേഘത്തോടെ. ഇത് കേൾക്കുമ്പോ ഞാൻ വേറെ നോക്കും മഴയാ. ഞാൻ എന്റെ വീടിനകത്തുനിന്ന് വെളിയിലിറങ്ങും. വെളിയിറങ്ങിട്ട് മേഘത്തോട് വിരൽ ചൂടാൻ പറയാം, മുതലേ നീ മഴ 4 മണി വരെ പെയ്തോ, 4 മണി കഴിഞ്ഞ് പെയ്യരുത്. മേഘം യേശുവിന്റെ നാമത്തിൽ ഞാൻ അടയ്ക്കുന്നെന്ന് പറയുന്നു. ദൈവമക്കളെ അത്ഭുതം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് കൊടുത്ത് വീട്ടിൽ ചെല്ലുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം മഴ ഞങ്ങൾക്കൊരു പ്രശ്നം ഒന്നല്ല, അനേക പ്രാവശ്യം ഈ മേഘത്തെ അയക്കും. കാരണം സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി നിന്നോ. ഞാൻ ഏത് വാക്കും സ്വർഗം നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മുടെ സ്വന്തം കാര്യത്തിനല്ല, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. പക്ഷെ ഉറപ്പോട് നിൽക്കണം. ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ലോകത്തെ വെറുക്കുവാനുള്ള കൃപ തരും. ലോകത്തെ മനസ്സിൽ നിന്ന് കർത്താവ് എടുത്തുകളെ. എല്ലാം പരിശുദ്ധാത്മാവാ ചെയ്യുന്നത്. ഒരു കാര്യം ത്യജിക്കണമെന്ന് വെച്ചാൽ സ്വന്തം കഴിവുകൊണ്ട് നടക്കത്തില്ല. എന്നാൽ നമ്മളൊന്ന് ത്യജിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വന്തം കഴിവുകൊണ്ട് നടക്കാത്തത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം എടുത്തുകളെ. അങ്ങനെ എനിക്ക് പല കൂട്ടം കാര്യങ്ങൾ അറിയാം. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം സഹായിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഒരു അച്ചായൻ വന്ന 4 മണിക്കാ. സാധാരണ പുള്ളി 4:45 ആകുമ്പോഴാ വരുന്നത്. എന്തിനാ പുള്ളി വരുന്നത്? 30 മൈൽ ദൂരെന്നാ വരുന്നത്, 25 മൈൽ ദൂരെന്ന് വരുന്നവരുണ്ട്. തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്നും കിഴക്കുന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ദൈവം കണക്ട് ചെയ്യുന്നു. ഈ വേല തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു തിരുവചനം വായിച്ചപ്പോൾ ഇരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ചില മീൻപിടുത്തക്കാരെ വരുത്തും, അവര് പിടിച്ചെടുക്കും. അതിനുശേഷം ഞാൻ ചില നായാട്ടുകാരെ വരുത്തും, അവര് നായാടി പിടിച്ചെടുക്കും. എനിക്ക് ഈ വേല തുടങ്ങിയപ്പോ ഞാൻ ആ വചനം എൻ്റെ ഈ സൂസൻ എന്ന് പറയുന്ന ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. സാധാരണ പുള്ളിക്കാരത്തി രാമേനോ പ്രൈസിലോ ഒക്കെ പറയുന്ന ഇതിന് പുള്ളി റെസ്പോണ്ട് ചെയ്തേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല, ചെയ്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് സൂസ
പക്ഷെങ്കിൽ അതെന്നോടൊരു വാഗ്ദത്തമായിരുന്നു. നീ പിടിച്ചെടുക്കും, നീ കുന്നുകളും മലകളും കയറും, ഞാൻ ആദ്യം തുടങ്ങും, ഞാൻ ദേശത്തുനിന്ന് ജനങ്ങളെ വിടുവിച്ചെടുക്കും. അതെന്നോടൊരു വാഗ്ദത്തമായിരുന്നു. അങ്ങനെ സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ ചെയ്തെടുത്തു തന്നു. ദൈവത്തിന്റെ ഞാൻ വലിയ പ്രവൃത്തിയാണ്. നമ്മൾ എങ്ങോട്ടൊരു സ്റ്റെപ്പ് വെച്ചാൽ മതി, എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, ദൈവം അടയാളങ്ങൾ ചെയ്യും, ദൈവം വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യും. ദൈവമക്കളെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ 4 മാസം മുമ്പേ എന്റെ ഹസ്ബൻഡ് ഫിസിക്കൽ ടെസ്റ്റിന് പോയേച്ച് റിസൾട്ട് വന്നപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, നേഴ്സസ് ഒക്കെ മെഡിക്കൽ ലൈനിൽ ജോലിയൊന്നും ലൈനിൽ കാണുമല്ലോ, പ്രോസ്റ്റേറ്റിന്റെ ലെവൽ 14, അതെ 4 വരെയുള്ള നോർമല്, പക്ഷേ 14. അത് കേട്ടപ്പോൾ എന്റെ മനസ്സിലൊരു ഒന്നും പിടിച്ചില്ല. ഇതൊരു സാരമില്ല, കാരണം ഒരു 10-12 കൊല്ലം ഇത് 16 വരെ വന്നതാ. പക്ഷെങ്കിൽ അന്ന് ഞങ്ങളുടെ ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു, ആരോടും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് 0.4 ആയിട്ടിരുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ഡോക്ടർ പറഞ്ഞു യൂറോളജിയാ കാണാൻ പോകാൻ. ഫിസിഷ്യൻ പറഞ്ഞു, കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ബയോപ്സി എടുക്കത്തണം. ബയോപ്സി എടുത്തു. ബയോപ്സി ദൈവമക്കളെ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പോസിറ്റീവ് സെൽസ്, ഒടിയിലെ ആ പോസിറ്റീവ് സെൽസ്. അപ്പോഴും എന്റെ ഹൃദയത്തിൽ ഒന്നും പിടിച്ചില്ല. ഇതെന്റെ ഹൃദയത്തിന് പിടിച്ചേ ഇല്ല, ഇതൊന്നും വരത്തില്ല, പോസിറ്റീവ് ആയിരുന്നു. ഉടനെ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് പെറ്റ് ടെസ്റ്റ് എടുക്കണം, ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് എടുക്കണം എന്നൊക്കെ. കാരണം ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് എടുക്കാൻ കാരണം പിന്നെ ഡോക്ടർ പറയുക, പിന്നെ അല്ല, പെറ്റ് ടെസ്റ്റ് എടുത്തപ്പോ ഡോക്ടർ എല്ലാം ബോഡി ഓൾ എടുത്തപ്പോ പറഞ്ഞു നിന്റെ ഹാർട്ട് പിന്നെ ശരിയല്ല. ബിക്കോസ് എന്റെ ഹസ്ബൻഡിന്റെ ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉള്ള ആളല്ല, പക്ഷെ ഹാർട്ടിനകത്ത് ബ്ലോക്ക് വരാൻ ഭയങ്കര സാധ്യത. ഫാറ്റ് അല്ല, കാൽസ്യം സെഡിമെന്റ് ചെയ്ത് കാൽസിഫിക്കേഷനാ. അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ഇല്ലെങ്കിൽ ജീവിക്കാം, ഹാർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കത്തില്ല. ഇങ്ങനെ നീ പോയിട്ട് സർജറി ചെയ്യാ, നീ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം ഡോക്ടറെ കണ്ട് ഹാർട്ടിന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം കണ്ടേച്ച് പറഞ്ഞു, എനിക്ക് ഇത് കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല, ഈ ടെസ്റ്റ് ഒന്നുകൂടെ പോയി ചെയ്യാൻ പറഞ്ഞു. ദൈവമക്കളെ, ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോ ദൈവം ചില വാഗ്ദത്തങ്ങളൊക്കെ തന്നു. ദൈവം തന്നത് ഞാൻ ഈ പോസിറ്റീവ് സെൽസ് കണ്ടിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു പ്ലാൻ ചെയ്തു. ലോകത്തിൽ ഒരു മനുഷ്യനോട് ഇത് പറയാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടെന്നല്ല, ഈ പേര് ഞങ്ങളുടെ നാവിന്മേൽ ഞങ്ങൾ എടുക്കത്തില്ല. ഇതെടുത്താൽ ഞങ്ങൾ ഈ രോഗം അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഈ രോഗത്തിന്റെ പേര് ആരോടും പറഞ്ഞില്ല. ആരോടും പറയാൻ ഞങ്ങളുടെ പാസ്റ്ററിനോട് മാത്രം പറഞ്ഞപ്പോഴും പറഞ്ഞു, പാസ്റ്ററെ സെല്ല് പോസിറ്റീവ് ആണെന്നേ പറഞ്ഞുള്ളൂ, സെല്ലിൽ ഈ രോഗത്തിന്റെ പേര് ഞങ്ങൾ റിജക്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കാരണവശാലും ഈ രോഗത്തെ എന്റെ പിതാവ് സമുദ്രത്തിന് അതിരിട്ട പിതാവാ. ആ അതിരിട്ട പിതാവ് ഞാനും അതിരിടാൻ തുടങ്ങി, എല്ലാ ഓർഗാനെയും അതിരിടാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു നിനക്ക് സർജറി ചെയ്യാൻ ഒക്കത്തില്ല, അതുകൊണ്ട് റേഡിയേഷൻ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ അതിരിട്ടുന്നവനാ, നിന്റെ മോളാ ഞാന്. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു നിന്റെ വ്യവസ്ഥ നിൽക്കാൻ ശ്രമിക്കുന്നു. 100% ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ മകളാ. വയലിലെ പുല്ലിനെ ക്ഷമിക്കുന്നെങ്കിൽ എന്നെ, എന്റെ തലമുറകളെ, എന്റെ ഹസ്ബൻഡിനെ എത്രയറിയോ. അതുകൊണ്ട് ഞാൻ അതിരുന്നു ഒരു കാരണവശാലും ഈ ശരീരത്തിന് റേഡിയേഷന്റെ ഒരു മെഡിസിൻ ഞാൻ എടുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ദൈവം എനിക്ക് തന്ന അധികാരം ഞാൻ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു, ഹാർട്ടിന്റെ. ചെന്നപ്പോ ദൈവമക്കളെ കേൾക്കണോ, ഡോക്ടർ പറയുക 100% നിനക്ക് സർജറി ചെയ്യാം, നിന്റെ ഹാർട്ടിന് ഞാൻ കാൽസിഫിക്കേഷൻ കാണുന്നില്ല, നിന്റെ ഹാർട്ട് സാധാരണ നിന്റെ ഏജിലുള്ള ഒരു ഹാർട്ട് പോലെ നോർമൽ ഹാർട്ട്, ഞാൻ 100% എഗ്രി ചെയ്തിരിക്കുന്നു, നിനക്ക് സർജറി ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്തു. പിന്നെ അപ്പൊ തന്നെ ഞാൻ അധികാരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മമണ്ഡലത്തിൽ ഈ സർജറിയെയും ഈ രോഗത്തെയും ക്യാൻസൽ ചെയ്യുമായിരുന്നു. ഈ രോഗത്തിന് ഞാനൊരു പേരിട്ടു, മലാക്കയുടെ പുസ്തകം 4-ാം അധ്യായം 2-B, ഇത് ദുഷ്ട നിന്റെ കീഴിൽ വെള്ളീർ പോലാകുമെന്ന് ഞാൻ ഇതിന് പേരിട്ടു, അശുദ്ധ ഭൂതമെന്ന് പേരിട്ടു. ഈ അശുദ്ധ ഭൂതത്തെ ഞാൻ ശാസിക്കാൻ തുടങ്ങി, എന്റെ കാൽ കീഴാക്കാൻ തുടങ്ങി. ഒരിക്കലും എന്റെ ഹസ്ബൻഡിന്റെ ശരീരത്തിൽ നീ ഇതിന്മേൽ ജയം എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ജോലിക്ക് പോകും. അപ്പം ഡോക്ടർ പിന്നെ യൂറോളജിസ്റ്റ് പറഞ്ഞു, അപ്പൊ ഡോക്ടർ സർജറി ഡേറ്റ് ഫൈൻഡ് ചെയ്തു December 12. അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞു, ആ യൂറോളജിസ്റ്റിനെ പറയുക നിന്റെ ഇതെല്ലാം കണ്ടപ്പോ ഞാൻ ആകെ കൺഫ്യൂസാ. പിന്നെ അല്ല, അതിനു മുമ്പേ ഡോക്ടർ പറഞ്ഞു നീ ഒന്നും വരണമെന്ന് പറഞ്ഞു.
ഒന്നുകൂടെ ചോക്ക് ചെയ്യാം. ചിലപ്പോ ഞാൻ അന്ന് വെളുപ്പിനെ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, നീ അത്ഭുതം ചെയ്തു, എന്റെ ഹസ്ബൻഡിനെ പൂർണ്ണ സത്യം ദൈവം കൊടുത്തു, അവിടുത്തെ സെൽസുകളെല്ലാം ഡാമേജ് ആക്കി കളഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങി, അത് ഞാൻ യാഗപീഠത്തെ സെൽസുകളെ എരിച്ചു കളഞ്ഞു. ദുഷ്ടൻ എഴുത തീയമ്പിനെ ഞാൻ ആത്മാവിൽ എരിച്ചു കളയുന്നു. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. കർത്താവെ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയണം നിന്റെ ടെസ്റ്റ് എല്ലാം റീചെക്ക് ചെയ്യണം എന്ന് പറയാനായി പറയിപ്പിക്കുക. ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ല ഒരു ഡോക്ടറോട് കംപ്ലീറ്റ് പിന്നെയും ടെസ്റ്റ് ഇത്രയെല്ലാം ചെയ്യാൻ. അവിടുന്ന് അതിന് വഴിയൊരുക്കണേ. അങ്ങേക്കും മന്ത്രി ആയിരിക്കാൻ ഞാനും ആരുമില്ല, പക്ഷെ അതിനൊരു വഴിയൊരുക്കണേ എന്ന് പറഞ്ഞു. ഡോക്ടർ എന്നപ്പോ പറയുവാ, ഞാൻ ആകെ കൺഫ്യൂസ്. അപ്പൊ ഹാർട്ടിന്റെ ഇതൊക്കെ കണ്ട് എല്ലാം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പി എസ് ഐയും എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ദൈവമക്കളെ 4 ദിവസം കഴിഞ്ഞപ്പം ഈ 14 2.8 ആയിട്ട് മാറി. ഡോക്ടർ പറഞ്ഞു ഞാൻ പിന്നെയും കൺഫ്യൂസ് ആന്ന് പറഞ്ഞു, വീണ്ടും റീചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒന്നും വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് പോയപ്പോ 1.8. ഡോക്ടർ പറഞ്ഞു ഇന്ന് വിളിച്ചു, എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു നാളെ 3 o'clock അല്ല 1:30 നീ വീണ്ടും ഞാൻ ടോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെള്ളിയാഴ്ച പ്രീ ഓപ്പറേഷന്റെ ടോക്കിങ്ങിന് വിളിച്ചേക്കുക, പിന്നെ നീ വരണം സംസാരിക്കണം എന്ന് പറഞ്ഞു. ഈ ടെസ്റ്റ് എല്ലാം കൊണ്ട് ഡോക്ടർ പറഞ്ഞു 1.8 ഉള്ള ഒരാളെ ഞാൻ സർജറി ചെയ്യത്തില്ല. പെട്ടെന്ന് ഡോക്ടർ ഫ്രസ്ട്രേറ്റഡ് ആകുക. എന്റെ മോള് പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതൊരു പ്രാർത്ഥനയുടെ മറുപടിയാണ്. പുള്ളി ഒരു എത്തിസ്റ്റ് ആണെന്ന് പുള്ളി പറഞ്ഞു. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ സംഭവിക്കുക. എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷം ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടില്ല. ഞാൻ സെക്രട്ടറിയെ വിളിക്കട്ടെ, ഈ 8 ദിവസം ഉള്ളൂ സർജറിക്ക്, ഞാൻ എല്ലാം സെറ്റപ്പ് ചെയ്യുക. പെട്ടെന്ന് സെക്രട്ടറി ഈ പുള്ളിക്കാരൻ തന്നെ പോയി പറഞ്ഞു സർജറി ക്യാൻസൽ ചെയ്തേക്കാൻ പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം നമ്മൾ പറഞ്ഞോ, സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യും. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ, അതിശയങ്ങളുടെ ദൈവം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രോസ്റ്റേറ്റിന്റെ ലെവല് 0.4 വരെയാ. യേശുവിന്റെ നാമത്തിൽ 4 താഴാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് പ്രാർത്ഥിച്ചു വന്നു. അപ്പൊ ഈ റിസൾട്ട് എന്റെ മോള് പറയാ, മമ്മി ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോൾ മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു, അവിടെ കോളേജിൽ പഠിക്കുക എക്സാമിന് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ 96% കൊടുക്കണമെന്ന്. ഞാൻ 4 hours പിന്നെ എക്സാം ആയിരുന്നു. എക്സാം കഴിഞ്ഞപ്പം അവിടെ ഇൻസ്ട്രക്ടർ പറഞ്ഞു, ജിനു നീ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നുന്നു, നീ ഒന്ന് ഇരിക്കുക, നിന്റെ റിസൾട്ട് ഞാൻ പറയാൻ പോകുന്നത്. അന്നപ്പോ ദൈവമക്കളെ കേൾക്കണോ, 96.4. അപ്പൊ അവള് പറഞ്ഞു മമ്മി പണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ഇരിക്കുന്നല്ലോ എന്ന്. ഇത് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞു, അതിശയപ്പെട്ടു പോയെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാർട്ടിന്റെ ഡോക്ടർ വിളിച്ചേച്ച് പറഞ്ഞു, നിന്റെ സർജറി ഒക്കെ കഴിഞ്ഞോ, സക്സസ്ഫുൾ ആയിരുന്നോ, നീ എങ്ങനായിരുന്നു ചോദിച്ചപ്പോ അനിയച്ചാന് ഈ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞു, ദൈവത്തിന്റെ വലിയ ഒരു മിറക്കിളാ, ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇറങ്ങിയതാന്ന് പറഞ്ഞു. പിന്നെ ആ ഡോക്ടർ പറഞ്ഞു, ഞാനിതെല്ലാം വിശ്വസിക്കുന്നു, നീ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. മൂഢജാതിയെ എരിവരുത്താൻ ദൈവമക്കളെ ഉപയോഗിക്കും. നമ്മൾ സ്റ്റേനായിട്ട് നിന്നാ മതി. ഈ ലോകത്തിന്റെ പലതും വേണ്ടാന്ന് വെച്ചാൽ മതി. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും. ദൈവമക്കളെ ഈ യേശുക്രിസ്തു പിന്നെ യഹൂദൻ യെരുശലേമിലേക്ക് വന്നെന്നുണ്ട്. തന്റെ ആരോഹണത്തിന് സമയമായപ്പോൾ എന്തിനെ ക്രൂശിനെ ഫേസ് ചെയ്യാൻ, ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ ദൈവം വലിയൊരു കൃപ തന്നു. അപ്പൊ ഓർഡർ ചെയ്യുന്ന ഇപ്പൊ ഞാൻ ജോസഫ് മാത്യു പാസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട്, 2 രീതിയിലുള്ള ഓരോ ലക്ഷം വെച്ച് എനിക്ക് അയച്ച അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്നാനത്തിന്റെയും മദ്യപാനികളുടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്നാൽ വേറെ ടൈപ്പ് ഉള്ളത് തരാൻ പറഞ്ഞു. ഇത് ഞാൻ അങ്ങ് നിർത്താമെന്ന് പറഞ്ഞു. ദൈവമക്കളെ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് ഇറങ്ങിക്ക്. അങ്ങനെ ഇരിക്കുമ്പോ കോവിഡ് വന്ന സമയത്ത് ഈ ട്രാക്സുകൾ ഞങ്ങൾ ഇവിടെ കളയുമെന്നൊരു ചിന്ത വന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, ഞങ്ങൾ സൈൻ ബോർഡ് ഉണ്ടാക്കി ഇതാ, പാപത്തോട് കളിക്കല്ലേ, ന്യായവിധി ഉണ്ടാവും, കർത്താവിന്റെ വരവ് അടുത്തേക്ക് എതിരേൽപ്പാൻ ഒരുങ്ങുക, നിന്നെ ആർക്കും വേണ്ട, യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുക്കൾക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇങ്ങനെ അനേക 6 ബോർഡുകൾ ഉണ്ടാക്കി ഞങ്ങൾ ഏറ്റവും ബിസി സ്ട്രീറ്റിൽ പോയി നിൽക്കും. അത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പിന്നെ 4 മുതൽ 6 വരെ നിൽക്കും. ഏകദേശം ഒരു 10,000-2,000 വണ്ടിയായി ഈ ഇന്റർസെക്ഷനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അനേകർ ഞങ്ങളെ എൻകറേജ് ചെയ്യും, അനേകരെ ഡിസ്കറേജ് ചെയ്യും. കാരണം ഒത്തിരി മുസ്ലിംസ് ഒക്കെയുള്ള പോലീസുകാർ വന്നിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട്, ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. കാരണം വേറെ എന്ത് പോകണമെന്നാലും അവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ വചനവുമായിട്ട് നിൽക്കുന്ന വേണ്ട. കാരണം ഈ മുസ്ലിംസ് ഒക്കെ വിളിക്കുന്ന തോന്നുന്നു. പണ്ടൊക്കെ ഞങ്ങളെ വരുമ്പോ ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അപ്പൊ അവർ ശാന്തമാകും, എന്തായാലും നിർത്തത്തില്ല. എന്നാൽ അപ്പം ഞാൻ അവരോട് പറയും, നിന്റെ ഏരിയയിലുള്ള സ്ട്രീറ്റാ ഇത്, ഞങ്ങൾ വേറെ സ്ട്രീറ്റിൽ പോകുന്ന പറയാം. പൗലോസ് അങ്ങനെ ചെയ്തേ, ഇക്കൊന്യയിൽ നിന്നെ നടത്തിയില്ലേ, നീ പാമ്പോസിൽ പോകും, പാമ്പോസിൽ സമുദ്രയിൽ പമ്പിലേക്ക് പോകും. നമുക്ക് ഞാൻ പറയാം ഹൂസ്റ്റൺ വിശാലമായിട്ട് കിടക്കാം, ഞങ്ങളെ വേറെ സ്ട്രീറ്റിൽ പോകാൻ, നിനക്ക് അവിടെ വരാൻ ഒക്കെ തിരഞ്ഞുകൊണ്ടേ പോകത്തുള്ളൂ, ഞങ്ങൾ വേറെ സ്ട്രീറ്റിൽ പോയി നിൽക്കും. വീണ്ടും 3 മാസം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചിവിടെ വരും.
തിരിച്ചിവിടെ വരും. എന്നാൽ അപ്പോൾ തന്നെ സപ്പോർട്ടുമായിട്ടും ആൾക്കാരുണ്ട്. ഒരിക്കലും പോലീസുകാർ 3-4 പേര് ഒന്നിച്ചിന്ന് ആലോചിക്കുന്നു. അപ്പൊ ഞാൻ എല്ലാവർക്കും ഫോൺ ചെയ്തു, പോലീസ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ, എന്തോ പ്രോബ്ലം ആയിട്ട് ഇപ്പം വരുമെന്ന് പറഞ്ഞു. അവര് വന്ന് എന്നോട് ചോദിച്ചത്, നീ ഇവിടെ നിൽക്കുന്ന, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിനക്ക് ഏതെങ്കിലും രീതി ഹെൽപ്പ് വേണോ? അങ്ങനെ 2 രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷെ ഇത് രണ്ടും നമ്മൾ ഗണ്യമാക്കണ്ട. ഇതെല്ലാം ഈ ലോകത്തിൽ വെച്ച് തീരാനേ ഉള്ളൂ. നമ്മുടെ ജോസഫ് മാത്യു പാസ്റ്റർ ഇതൊക്കെ മണമാ, ഒന്നുമില്ല, ഒരു വിഷയവുമില്ല. നിന്ദിച്ചോ, ഒരു വിഷയവുമില്ല. പിന്നെ മാനം തന്നോ, അതിലും നമ്മൾ മഹത്വം കാണാം. മഹത്വം എല്ലാം ദൈവത്തിന്. ഞങ്ങൾ ഈ ടാക്സ് കൊടുക്കുമ്പോൾ തന്നെ 10 പേര് 11 പേരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഓരോ സ്ഥലവും. അപ്പോൾ ആ സബ് ഡിവിഷനുള്ള ആൾക്കാർ പോലീസിനെ വിളിക്കും. പലപ്പം വിളിച്ചിട്ടുണ്ട്. കാരണം അവരും അറിയത്തില്ല, സ്ട്രേഞ്ചർ ഒത്തിരി വന്നിറങ്ങി. കള്ളനാണോ ദുഷ്ടനാണോ ആരും അറിയുന്നില്ലല്ലോ. പോലീസുകാർ വരും, അവർ വാച്ച് ചെയ്യും. അപ്പൊ ഞാൻ അവരെ കാണുമ്പോൾ പറയും പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. അവർക്ക് മനസ്സിലാവും. അവരൊരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താ കൊടുക്കുന്നത്, എങ്ങനെയാ കൊടുക്കുന്നതെന്ന് ചോദിച്ചില്ല. അവരിതെല്ലാം കണ്ടേച്ചങ്ങ് പോകും. ഇതെല്ലാം ദൈവത്തിന്റെ വഴിയാ, ദൈവം നടത്തുന്ന. ഞാൻ നിങ്ങൾ ദൈവമക്കളോട് പറഞ്ഞാലേ 6 മാസം 8 മാസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വഴി തുറന്നു തന്നു. കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി നമ്മൾ വീട്ടിലിരിക്കരുത്. നമ്മളെ ആവോളം തന്നാലാവോളം എന്തെങ്കിലും ഒക്കെ ചെയ്യണം. മറ്റുള്ളവരോട് സുവിശേഷം പറയണം. ഇപ്പൊ ദൈവമക്കളെ, എന്റെ വണ്ടിയുടെ ബാക്കിലെ 2 പിന്നെ ഗ്ലാസ്സിലും എല്ലാം ഞാൻ ദൈവവിനെ എഴുതി വെച്ചേക്കുക. കാരണം ഈ വചനം കാണുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി ഹോളി ലിവിങ് എറ്റേണൽ ട്രൂ ലൈഫ് ഒരു സൈഡിൽ എഴുതി വെച്ചു. ഐ വിൽ ബോസ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, പിന്നെ ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കാം. അതർ സൈഡിൽ ഞാൻ എഴുതി വെപ്പിച്ചു, പിന്നെ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബി സേവ്ഡ്. അങ്ങനെ ഞാൻ എഴുതി വെച്ചു. എന്റെ വണ്ടി കണ്ടാൽ ഞാൻ ഹൈവേയുടെ 31 മൈൽ 1 വേ വേണം. 100 കണക്കിന് ആൾക്കാർ ഈ വണ്ടി കാണും. ചിലര് വന്ന് ഹോൺ അടിച്ചേച്ച് തംസപ്പ് കാണിക്കും. ചിലർ അങ്ങനെ ഒത്തിരി പേര് എൻകറേജ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ തീരുമാനിച്ചു, അത് നമ്മുടെ ജോസഫ് മാത്യു പാസ്റ്റർ ഞാൻ പിക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ ഇട്ടോണ്ട് വന്ന് എന്റെ പിന്നെ ടീഷർട്ടിലെല്ലാം ഫ്രണ്ടിലും ബാക്കിലും ഇത് തന്നെ എഴുതി വെച്ച് ആ ഷർട്ട് ഇട്ടോണ്ടാവുന്ന സുവിശേഷത്തിന് വേണ്ടി ചെലവാക്കി കളയവ. സുവിശേഷത്തിന് വേണ്ടി ഇല്ലാതായി തീരുക. കാരണം നമ്മളൊരു നിധി മറിഞ്ഞിരിക്കുന്ന ഒരു വയല് കണ്ടിട്ടുണ്ട്. ആ വയല് നമുക്ക് വാങ്ങിക്കണം. ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നതൊന്നും ഒന്നും ഉയർത്തി പറഞ്ഞല്ല. ഇതെല്ലാം നടന്ന സംഭവങ്ങളാ. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക. നമുക്ക് ആ വയല് വാങ്ങിക്കണം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോ എവിടെയെങ്കിലും ദൂരെ ഒരു മെഴുകുതിരി പോലെ നിൽക്കാനല്ല, ആ തേജസ് പുത്രന്റെ മണവാട്ടിയായിട്ട് പിതാവിന്റെ മുമ്പില് ആ സ്റ്റേജില് ഒരു സിംഹാസനം, യോഹന്നാൻ പറയുന്നു ഒരു സിംഹാസനം കാണുന്നുണ്ട്. ആ സിംഹാസനത്തിൽ ആരാ ഇരിക്കുന്നതെന്ന് യോഹന്നാൻ കാണുന്നില്ല. പക്ഷെ ഒന്ന് കാണൂ, തേജസ്സങ്ങ് മൂടിയേക്കുക. ഞാൻ ഒരു ദിവസം കർത്താവിനെ വിളിച്ചു, കർത്താവ് ഈ തേജസ് ഏത് കനം? പരിശുദ്ധനോട് പറഞ്ഞു, ഇത് മുറിച്ചു മാറ്റുന്ന പോലെ തേജസ്സാന്ന് പറഞ്ഞു. അത്രയ്ക്ക് കനമേറിയ തേജസ്. ആ കനമേറിയ തേജസ്സിൽ നമ്മൾ പോയി നിൽക്കണം. നമ്മൾ ദൂരെ ഒരു ചെറിയ മിന്നാമിനിങ് പോലും കാണാനല്ല. കർത്താവ് അവിടെ ചെന്ന് നമുക്ക് തേജസ് പ്രാപിക്കാൻ ഒക്കത്തില്ല. ഇവിടെ വെച്ച് ഈ തേജസ് പ്രാപിക്കാം. പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിലാ പകരുന്നത്. നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ തപ്പെന്ന് നമ്മൾ ഈ തേജസ്സേറിയ ശരീരം നമ്മൾ പ്രാപിക്കും. അതിനുവേണ്ടി നമ്മൾ ബന്ധപ്പെടണം. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് ദൈവം കണക്ട് ചെയ്യാൻ പ്രാർത്ഥിച്ചാൽ, കർത്താവേ എനിക്കൊരു വേല തന്നെ. നിങ്ങൾ ചെയ്യുന്നത് ഈ ലൈനിലെ ഒരു വേലയാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും ഈ ലൈനിൽ പാസിന്റെ മെസ്സേജ് കേൾക്കാൻ കയറുന്ന ഒരാളാ. സ്വർഗ്ഗത്തിലെ ദൈവമക്കളെ, ഒരു കാര്യം കൂടെ, ഞാന് ഒരു കമ്പനിയിൽ നിന്ന് 10-18 വർഷം ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് എനിക്കൊരു ലേ ഓഫ് ആയി. അപ്പം ഞാൻ പുതിയ കമ്പനി വിട്ടപ്പോ ഞാൻ ഒരു കാര്യം കണ്ടു. അവിടെ മ്യൂസിക് കേൾക്കാം. അതെനിക്കൊരു വഴിത്തിരവായി പോയി. എനിക്ക് എയർപോർട്ട് വെച്ച് ഈ ദൈവവചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ അതിനകത്ത് ലഹരി പിടിച്ച് തിരുവനന്തപുരം പറഞ്ഞാലേ യഹോവ നിമിത്തോ, യഹോവയുടെ നാമം നിമിത്തോ ലഹരി പിടിച്ചവരെ മത്ത് പിടിച്ചവരാ. ഇങ്ങനെ നമ്മൾ ഇതിനകത്തിരുന്നോ, ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. എന്റെ മോൻ 26 വയസ്സായി. ഞാന് ഇങ്ങനെ അവന് വേണ്ടി കുഞ്ഞിലെ മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ അവനൊരു കുടുംബജീവൻ തക്കത്. അവനും ദൈവം എനിക്ക് ഈ പറഞ്ഞ മേത്രമായ കോതമണി ഞാൻ പോഷിപ്പിക്കണം. എനിക്ക് ഈ നാട്ടിലെ ഒരു പെൺകൊച്ചിനെ വേണ്ട. കാരണം എല്ലാം കമ്പലും ഇട്ട്, കാതും കുത്തി, മോതിരവും ഇട്ട്, ലിഫ്റ്റിക്കും ഇട്ട്, നഗോത്തി കളറും അടിച്ച് എനിക്ക് വേണ്ട. ഞാൻ അത്രയും വേണ്ട. ഞാൻ നാട്ടിൽ നിന്ന് വിവാഹം പറഞ്ഞത് ഇവിടെ കാണാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈ നോക്കന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെ കിട്ടത്തേ ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഇവിടുത്തെ എല്ലാം ഇത്രയാന്ന് പറഞ്ഞു. ഭയങ്കര ആരാധനയാ. പക്ഷെങ്കില് ഇത് ഇട്ടോണ്ട് ആ കൈ ഉയർത്തി എനിക്ക് അത്രയും വേണ്ടാന്ന് പറഞ്ഞു. കാരണം അടുത്ത തലമുറ പോയി കിട്ടുമെന്ന് പറഞ്ഞു. ഒരു പാടിയില്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കറിയണമോ? പിന്നെ ഈ ഞങ്ങളുടെ സഭയത്തിന് ഒരു മോളുണ്ട്. ആ മോളെ ഉള്ളു സ്വർണം വിടാത്തൊരു മോളെ. ഞങ്ങളുടെ പാറ്റ്നായിന്ന് ഒരു ദേവദാസൻ വന്നു. ദേവദാസൻ വന്നപ്പം പിന്നെ ഈ ദേവദാസൻ ഈ മോൾ
മോളാണ് മെസ്സേജ് കൊടുത്തത്. പോയപ്പോ ഞങ്ങളാ കൊണ്ടുപോയതൊക്കെ. ഞങ്ങളുടെ വീടിനടുത്തായിരുന്നോണ്ട് ഈ ദേവദാസനോട് ഞങ്ങളോട് ചോദിച്ചു, ഞാൻ മോന് വേണ്ടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞു ആലോചിക്കേ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ നാട്ടിലെ അടുത്ത കൊല്ലത്തേക്ക് സെറ്റിൽ ചെയ്യാൻ ഞങ്ങളുടെ പാസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഈ ദേവദാസൻ പറയുക രാത്രിയിലല്ല, പിറ്റേ ദിവസം എന്നോട് പറയും രാത്രിയിലെല്ലാം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നാളെ ഞാൻ അവരെ വിളിച്ച് അവരുടെ വീട്ടിലോട്ടൊന്ന് പോകും, അവരുമായിട്ട് സംസാരിച്ചു. ദൈവമക്കളെ കേൾക്കണോ? അവർ ഈ ഒരു വിവാഹത്തിന് വേണ്ടി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരുടെ വായിന്ന് തന്നെ വന്നു, തേടിയ വള്ളി കാലെ ചുറ്റിയെന്ന്. സത്യം പറയുവാ, നല്ലപോലെ മെസ്സേജ്, നല്ലപോലെ പ്രാർത്ഥിക്കുന്നേ, ഒരാഡംബരവും ഇല്ലാത്ത, കാതുകുത്താത്ത, ലിഫ്റ്റിക് ഇടാത്ത, അത്രയൊരു ദൈവം. ഞാൻ പറയുന്നത് ഇതിൽ 26 വയസ്സേ ഉള്ളൂ മോക്ക്. ആ മോക്ക് 21 വയസ്സേ ഉള്ളൂ. ഇപ്പൊ അടുത്ത കൊല്ലം 22 വയസ്സാവും. അവളെ നേഴ്സിങ്ങിന് ഇപ്പൊ അവളെ പിന്നിങ് സെറമണി കഴിഞ്ഞതേ ഉള്ളൂ. പഠിക്കണോ? പഠിക്കാം. ഞാൻ പറഞ്ഞത് അതോ സുവിശേഷത്തിന് വേണ്ടി ടർക്കിയിലൊക്കെ കഴിഞ്ഞതിന്റെ 2 വർഷം മുമ്പ് പോയി സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുഞ്ഞ്, അവിടെ അമ്മയും അതുപോലെ. ഞാൻ പറയുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ചാൽ, ഞാൻ എൻ്റെ മക്കളോട് തന്നെ പറയും, മോളെ ഈ നാട്ടുകാരോടെല്ലാം ഒരു വിഷയം പ്രാർത്ഥിക്കാൻ പറയണ്ട. നമ്മൾ ആരും നല്ലവരല്ല. നമ്മുടെ ജീവിതത്തിലും കുറവുകൾ വരും. നമ്മൾ രക്ഷിക്കപ്പെടാത്ത ശരീരത്തിൽ വസിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോടൊന്ന് ഏറ്റു പറഞ്ഞ് മുട്ടുമടങ്ങി ഒന്ന് പറ, കർത്താവേ ഞാൻ ഇനി അത് ചെയ്യത്തില്ല, ഞാൻ അതിൽ പിൻവാങ്ങി, എന്നെ രക്ഷിക്കണേ. ദൈവം 100 വട്ടം ക്ഷമിക്കുക. ഇതൊക്കെ ദൈവമക്കളെ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുവാ, ആരോടും പറയണ്ട. ദൈവം മിനിറ്റുകൾക്കാകെ മറുപടി തരും. പക്ഷേ നമ്മൾ പോകുന്ന വഴി ദൈവത്തിന് പ്രസാദമാണോ? നമ്മുടെ വചനപ്രകാരമാണോ? ഈ ആഡംബരം തന്നെ ഒരു നുഖമാ. അതുകൊണ്ട് ഈ നുഖം ഒന്നും കഴുത്തി വേർക്കട. താൽക്കാലിക ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഒരു തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുക്കുന്നതിന് എന്റെ ശിഷ്യനാക്കാൻ തന്റെ ശിഷ്യനൊരു കൃപയുണ്ട്. അവൻ തന്റെ പഴയതും പുതിയതുമായ സംഗ്രഹിച്ചു വെച്ചെന്ന് എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയനോട് സദൃശനാ. നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ അനേകർക്ക് വിടുതൽ ദൈവം കൊടുക്കും. അതൊന്നും നമ്മുടെ കരുണയല്ല, അത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്ന പോലെ, പണ്ട് സുന്ദരം എന്ന ദേവാലയ ഗോപുരനടയിൽ ഇരുന്ന ആ മുടന്തനെ എഴുന്നേൽച്ച പത്രോസ് പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല എന്ന് പറഞ്ഞു, എന്റെ വിശുദ്ധ ജീവിതം കൊണ്ടോ എന്റെ ഭക്തി കൊണ്ടോ അല്ല. ദൈവത്തിന്റെ മഹാകരുണ. കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കാൻ ശ്രമിച്ച ദൈവം വലിയ വലിയ കാര്യം നമുക്കും ചെയ്യും, നമ്മളെയും കൊണ്ടും ചെയ്യിപ്പിക്കും. അത് ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയാ. ഈ ഒരു വിശ്വസ്തത ഞാന് ദൈവമക്കളെ ഈ പിന്നെ കർത്താവിന് വേണ്ടി ചെലവായി തരിക. ഈ ട്രാക്സ് വാങ്ങിക്കുന്നവനോ ഇത് ഇപ്പൊ ഞങ്ങള് 39 പൈസ വെച്ച് കൊടുക്കല. ഞാൻ എന്നാ ഷിക്കാലെ ദേവദാസനോട്, പാസ്റ്ററെ ഇത് എത്ര കൊടുത്താലും നമുക്ക് തികയത്തില്ല, നമുക്ക് ഫ്രീ എവിടെയെങ്കിലും കിട്ടും. ആ ദേവദാസം ഒരു 2 മാസം കഴിയുമ്പോ എന്നെ വിളിച്ചു പറയാ, ദേവദാസി കർത്താവ് പിന്നെ സിസ്റ്ററെ ഈ ഈ ഇമെയിൽ ഒന്ന് കയറിയത് ഗിദിയോൻസുകാരുടെയാ. അന്ന് മുതൽ ഇന്ന് വരെ ഇഷ്ടം പോലെ ഗിദിയോൻസുകാരുടെ ഗോസ്പൽ ഓഫ് ജോൺ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇറങ്ങും. ഇഷ്ടം പോലെ അതിന്റെ വഴി എല്ലാം അതൊക്കെ പ്രാർത്ഥിക്കും. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ലക്ഷക്കണക്കിന് ട്രാക്സുകൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വഴി ഒരുക്കപ്പെടട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഇതെല്ലാം വന്ന് കയറും. നമ്മൾ അത്ഭുതപ്പെടും, അത്ഭുതം കൂറും. ഇത് ഇരിക്കുന്നത് തന്നെ പെട്ടകം ഇരിക്കുന്ന പോലെ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വചനം കൂടുതൽ വായിക്കാൻ താല്പര്യമായി. ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ഞാൻ ഒരു പുകഴ്ചയൊന്നും പറയാതെ ഒരു ദിവസം ഒരു 20-21 അധ്യായം വായിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഓടുക. ഈ 10 മണിക്കൂർ ജോലി, 2 മണിക്കൂർ അങ്ങോട്ടുള്ള യാത്ര, എന്നാല് വേറൊരു കാര്യത്തിന് പോകത്തില്ല. പള്ളിയിലെ പിക്നിക്കിന് പോകത്തില്ല. എനിക്ക് പോകണ്ട. ഞാൻ അവിടെ പോയ എന്റെ ആത്മീയത കുറയും. ഞാന് ഇത് വായിക്കുക. എന്റെ മോള് പറയും, നിങ്ങളുടെ ശരീരത്തിലൊന്നും ഒരു രോഗം കേറത്തില്ല, ഇത് ജീവനാ, ഇത് ക്രിയേറ്റീവ് പവർ ഉള്ളതാ. നിങ്ങൾ ഇത്രയും വായിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗം കയറാൻ ഒക്കത്തില്ല, എരിഞ്ഞു പോകും. ദൈവമക്കളെ, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടന്നതല്ല. അനേക വർഷങ്ങൾ കൊണ്ട് ഒരു പോയിന്റ് കൊണ്ട് വളർന്ന, എന്നാൽ ഒരു ലെവൽ കഴിയുമ്പോൾ ദൈവം നമ്മെ വളർത്താൻ തുടങ്ങും. ദൈവം ഒത്തിരി കാലം മിണ്ടാതിരിക്കും. അപ്പത്തും ദൈവത്തിന്റെ കരങ്ങളില, കുശവന്റെ കയ്യില. നമ്മൾ എങ്ങനാ, നമുക്ക് ആ തീഷ്ണത കുറഞ്ഞോ, ഞാൻ ഇടപെടുന്നില്ല, കളഞ്ഞു വെച്ച് പോയ, ഇതൊക്കെ ദൈവം നോക്കും. എന്നാ ക്രിസ്തുവിന് വേണ്ടി നിൽക്കേ, ക്രിസ്തു നമുക്ക് വലിയ ചെയ്യും. ദൈവമക്കളെ, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇതെല്ലാം പറഞ്ഞത്. അവിടുത്തെ ആ തിരുനാമം മാത്രം ഉയരട്ടെ. എനിക്ക് ചർച്ചയിൽ പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ ശക്തമായിട്ട് കരമടിക്കുമായിരുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ തിരുവചനം വായിച്ചപ്പോൾ പ്രവാചക പുസ്തകങ്ങളിലൊക്കെ കാണും, യഹോവ കൈ ഉയർത്തി സത്യം ചെയ്തു.
യഹോവ കൈ ഉയർത്തി സത്യം ചെയ്തു. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഇനി കൈ ഉയർത്തി ആരാധിക്കത്തുള്ളെന്ന്. എന്ത് ഞാൻ വചനത്തിൽ കാണുമോ, ഞാൻ എന്റെ അത്യുന്നതനായ ദൈവം കൈ ഉയർത്താൻ, പിന്നെ നമുക്കൊന്ന് കൈ ഉയർത്താൻ എവിടെ ലജ്ജ? എനിക്കൊരു ലജ്ജയുമില്ല, ഒരു നാണവുമില്ല. കൈ ഉയർത്തിയോ ഡാൻസ് ചെയ്തോ എങ്ങനെയും എന്റെ ദൈവത്തെ, ഓരോ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി. ദൈവമക്കളെ, ഞാൻ ഈ ക്രൂശിനെ ഒത്തിരി ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. കർത്താവിനെ ഒത്തിരി പഠിപ്പിക്കും. മിണ്ടാതിരിക്കല്ല. മീഖയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം മുതൽ തുടങ്ങും. എഫ്രാത്തെ, യഹൂദ്യരെ എഫ്രാത്തെ, അവിടുന്ന് മുതൽ തുടങ്ങി ജീവിതം മുഴുവനും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇതെല്ലാം പറയുന്ന അധികാലത്താ. ദൈവമക്കളെ, ഞാൻ ഏകദേശം 2 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാ. ചായയൊക്കെ എനിക്ക് കുറിച്ച് ജോലിക്കാൻ ഡ്രസ്സിന് ചെയ്യിച്ച് 2:30 മുതൽ ഞാൻ ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു. ഇന്നും ദൈവനാമത്തിന്റെ മഹത്വത്തിനും പറയും. നിങ്ങൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. സമയം വെറുതെ വേസ്റ്റ് ചെയ്യല്ലേ, ആരെയും ആവശ്യമില്ലാതെ ഫോൺ ചെയ്യല്ലേ, ഇതിനകത്ത് ലയിച്ചിരുന്നോണം. ഇന്നലെ ഞാൻ കേട്ട ഒരു മെസ്സേജ് കേൾക്കണ ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ 8 അടി വീതിയുള്ള ക്രൂശ്, ഈ 12 അടി നീളത്തിലുള്ള ക്രൂശ്, 84 കിലോ ഭാരമുണ്ടായിരുന്നു. അടിച്ച് തകർത്ത് തരിപ്പണമായി ഉഴച്ചായ പോലെ ഈ ക്രൂശ് എടുക്കാൻ വയ്യാഞ്ഞ് പിന്നെ കുറേനക്കാരനായ ശീമോനെ വിളിച്ച്, ശീമോൻ കൈ താങ്ങി അങ്ങനെ കൊണ്ടുപോയി. ഒടിയിലെ ആ ക്രൂശിങ്ങനെ ഉയർത്തി കഴിഞ്ഞപ്പോൾ ഈ തോളല് പിന്നെ താണുപോയി, പിന്നെ കൈ ഉയർന്നു പോയി. 7 ഇഞ്ച് വരെ യേശുക്രിസ്തുവിന്റെ കൈ ഉയർന്ന് ചരിത്രം പറയുന്ന ദൈവദാസ്. ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ കവിണ് വീണു. എന്റെ ദൈവം, ഇനി ഒരിക്കലും ഞാൻ കൈതാതി ഈ കരം വലിഞ്ഞു തോളല് പോയി അതിവേദന, കൈ 7 ഇഞ്ച് ഉയർന്നെങ്കിൽ ദൈവമക്കളെ, നമുക്ക് എന്തോ ലജ്ജിക്കാനാ, നമുക്ക് എന്തോ ഉണ്ട് മഹത്വം പറയാൻ. നമ്മളും കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കണം, തുള്ളിച്ചാടി ആരാധിക്കണം. എന്നും കർത്താവിനോട് പറയുമായിരുന്നു. അഞ്ഞിച്ചാണ്ടി സൗഖ്യം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ എന്നെ ഇച്ചിരൂടെ ആരാധിപ്പിക്കണം, എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ആരാധിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ ഈ 7 ഇഞ്ച് കൈ ഉയർത്തി വിവരം കേട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൈ താത്തിരുന്ന വിഷയമേ ഇല്ലെന്ന് പറഞ്ഞു. കൈ ഉയർത്തി എന്റെ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ. കൈ വേദന എടുത്ത് അയക്കുന്നു, താക്കും. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ വേദന എടുക്കുന്നത്. ഒന്ന് ബ്ലഡ് ഒന്ന് ഒഴുകട്ടെ, വീണ്ടും ഉയർത്തണം. ദൈവത്തിന് വേണ്ടി ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സകല ദൈവ കുഞ്ഞുങ്ങളുമേ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഒന്നും എന്റെ പേരിനല്ല, അങ്ങയുടെ തിരുനാമം ഉയരാൻ വേണ്ടി മാത്രമാ. ഈ അവസരം തന്ന ദൈവദാസിക്കും കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്നേക്കാളും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് കണ്ടില്ലെങ്കിലും നിത്യതയിൽ നമുക്ക് ഒന്നിച്ച് കാണാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ശനിയാഴ്ചയുടെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ദൈവസന്നിധി ഇരിക്കുവാൻ ദൈവം എന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ തിരുനാമം ഉയർത്താൻ ദൈവം എന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം. ഈ പ്രേരണനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസിക്കായിട്ട് സ്തോത്രം. ഇങ്ങനെ അവസരത്തെ തന്ന കർത്താവിന്റെ ദാസിനായിട്ട് സ്തോത്രം. കർത്താവെ, അനേകര് കർത്താവെ കൂടുതൽ ദൈവവചനം വായിക്കാൻ ഇടയാകട്ടെ. കർത്താവെ, അനേകര് കർത്താവിനെ പറ്റി പറയാൻ ഇടയാകട്ടെ. കർത്താവെ, ഇതൊന്നും മണ്ണിൽ കുഴിച്ചിട്ടതുപോലെ ആകല്ലേ കർത്താവെ. 1000 മടങ്ങ് ഹാലയ പ്രതിഫലം കിട്ടാൻ തക്കണം ഈ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാൻ ഇടയാക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണേ. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കർത്താവെ ഹാലയ സ്വർഗത്തിലെ ദൈവത്തിന്റെ വീര്യമുള്ള ഭുജം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കണം. ഈ പ്രേരണയെ അനുഗ്രഹിക്കണം കർത്താവെ. ഇതിൽ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തലമുറകളെ വിവാഹം നടക്കാത്തവരുടെ വിവാഹങ്ങൾ നടക്കട്ടെ. അത് അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഹാലലിയ വലിച്ചടുപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബജീവൻ ദൈവമാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരുടെ തലമുറകൾ നല്ല കുടുംബജീവിതം കൊടുക്കണമേ. തലമുറയിലോട്ടവർക്ക് തലമുറയെ കൊടുക്കണമേ. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സന്താനം അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമായി തീരട്ടെ. സകല അശുദ്ധ ഭൂത രോഗങ്ങൾ ഞങ്ങളുടെ കാൽ കീഴാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നം ഞങ്ങളെ വാഴുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആരും ഈ പ്രളനോ അല്ലാതെയോ ഇരിക്കുന്ന ആത്മീയ ജീവിതത്തിൽ ഇരിക്കാനല്ല, തീ പിടിച്ച് കത്തിപ്പിടിച്ച് ഉള്ളത്തിൽ പരിശുദ്ധാത്മാ തീ കത്തി എല്ലാവരുടെ കലശത്തിൽ ഒരു തീ കൊടുത്തിട്ടുണ്ട്. അത് ചാരം മുഴുവാനല്ല, ഊതിക്കറിഞ്ഞ് കണ്ടിച്ചു കളഞ്ഞ് വീണ്ടും ശക്തമായി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ പോലെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ആത്മാവ് പ്രവർത്തിക്കണം. അതിന് ആത്മാവിനെ തന്നിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ, ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ അവിടുന്ന് ക്രിയ ചെയ്യണമേ എന്ന് ഞങ്ങൾ സത്യത്തിലും വഴി നടത്താൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ നന്മയാണല്ലോ ഒരു മാതാ
സന്തോഷം, സമാധാനം, സ്വസ്ഥത എല്ലാ തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസത്തിൽ, ആത്മജീവിതത്തിൽ അവരെക്കാളും തീഷ്ണതയുള്ള തലമുറകൾ ഉണ്ടാകട്ടെ കർത്താവെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യുവാക്കളെ മഞ്ഞു പുറത്ത് വരുന്ന പോലെ എല്ലാ കുടുംബങ്ങളിലും ആത്മീയതയുള്ള തലമുറ ഞങ്ങൾ ഞങ്ങളുടെ തലമുറ എന്നെ കാണും. പുത്തനാമൃശ്യങ്ങളിൽ കാണാനുള്ള വലിയ പ്രത്യാശയോടെ ജീവിക്കാൻ എന്റെ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ കർത്താവ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ കർത്താവിന്റെ ദാസിനെയും ഇല്ലായ്മയും ഈ ദാസിമാരെ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വൻകുറുകൾക്കായിട്ട് സ്തോത്രം, മഹത്വം എടുത്തേക്ക്. സകല യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. വേണ്ടേ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു വെരി മച്ച് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെടുന്ന സാക്ഷ്യമാണ് കർത്താവിന്റെ ദാസിയിൽ കൂടെ നമ്മൾ കേട്ടത്. ഇത് കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. ഒരു ദിവസം 10-15 ട്രാക്ടയിലും അറ്റ്ലീസ്റ്റ് കൊടുക്കണം. വാൾമാർട്ടിലൊക്കെ ഷോപ്പിംഗ് സെന്ററിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ട്രാക്ട് ഇല്ലാതെ വെളിയിൽ പോകരുത്. അത് ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പോകത്തില്ല. ഇതുപോലെ ട്രാക്ട് എടുക്കാതെ വെളിയിൽ പോകരുത്. ട്രാക്ടർ എടുത്തുകൊണ്ട് പോയോ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കി വരും. ഞാൻ വളരെ സത്യമായിട്ടൊരു കാര്യം പറയാം. ഒരു പ്രാവശ്യം കണ്ട് 96 ഞാൻ നാട്ടിൽ പോയപ്പം പ്രൈസിലോടെ അവിടെ ട്രാക്ടറുകൾ, എൻ്റെ വൈഫും നാട്ടിൽ വന്നു. ഞാൻ അവിടെ ആയിരുന്നു. എൻ്റെ വൈഫും നാട്ടിൽ വന്നപ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ അവിടെ അടുത്തുള്ള ചർച്ച, അന്ന് എനിക്ക് കാറില്ലായിരുന്നു. അവിടെ പ്രൈസിലോടെ അടുത്തുള്ള IPC ചർച്ചിൽ എന്നെ വിളിച്ചു. വീട്ടിൽ 5-6 പേര് വന്നിട്ടുണ്ട്. പാപ്പന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പൂനായിൽ നിന്നൊക്കെ. എല്ലാവരും കൂടെ വന്നപ്പോൾ ഇവിടെ താമസിച്ചു. രാവിലെ വണ്ടിയില്ലാത്തതുകൊണ്ട് 3-4 ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ കയറി. പ്രൈസിൽ ഓരോരുത്തരും അങ്കിള് തന്നെ പൈസ എല്ലാം കൊടുത്തുകൊണ്ട് ഓരോരുത്തരും കൊടുക്കേണ്ടി വന്നില്ല. അപ്പൊ ഞാനും എല്ലാം വേറെ ഓട്ടോയിൽ കയറി, എൻ്റെ വൈഫ് വേറെ ഓട്ടോയിൽ കയറി. വൈഫിന്റെ ബാഗ് പുറകെ വെച്ചിരിക്കുകയായിരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരന് ഓൾറെഡി പൈസ കിട്ടിയ, പിന്നെ ഇതിനെ വെയിറ്റ് ചെയ്യുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടിച്ചു വിട്ടൊരു പോക്കാൻ പോയി. ഈ ബാഗിൻ്റെ അകത്ത് പാസ്പോർട്ട് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമായിരുന്നു. ഇപ്പം അടുത്ത ദിവസം അമേരിക്കയ്ക്ക് തിരിച്ചു വരാനുള്ളത്. പാസ്പോർട്ട് ഇല്ലായിരുന്നു. ഏതല്ല അതിനകത്ത് ഒരു 10,000 രൂപ ഇന്ത്യൻ രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, പാസ്റ്ററിന്റെ ഭാര്യയുടെ ബാഗ് പോയല്ലോ. അവിടുത്തെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചുമ്മാ ചെന്ന് പറഞ്ഞു ഇതുപോലെ ബാഗ് പോയെന്ന്. അവര് പറഞ്ഞു പോയി ഇനി അത് കിട്ടത്തൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമോ നമ്പർ ആരാ, ഏത് നമ്പറാന്ന് വിചാരിച്ചുള്ള പിടിക്കുന്നത്. അന്ന് കഴിഞ്ഞിട്ട് ശേഷം ഞാനാ പ്രസംഗിക്കേണ്ടത്. വൈഫിന്റെ വായി പോയി കഴിഞ്ഞിട്ട് എന്തോ പ്രസംഗിക്കുന്ന അവിടെ കയറി ഇരുന്നുകൊണ്ട്. അപ്പം ഞാൻ മുമ്പേ കർത്താവിന്റെ ദാസി പറഞ്ഞ പോലെ ഏത് വിഷയത്തിനും ദൈവാത്മാവ് നമുക്ക് വചനം തരും. ആ വചനം നമ്മൾ ഹോൾഡ് ചെയ്യണം. ആ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അവനോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഇതാ പ്രസംഗിക്കുന്നു. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം, തോറ്റെടുത്ത് നിന്നെ ജയിപ്പിക്കുമെന്ന് ഇതാ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ബാഗ് തിരിച്ചു കിട്ടുമെന്നാന്നോ പ്രസംഗിക്കുന്നത്? അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. ഈ വചനം കിട്ടി. പ്രസംഗം കഴിഞ്ഞ എല്ലാവരും പറഞ്ഞു, അയ്യോ വൈഫിന്റെ ബാഗ് പോയല്ലോ എന്ന് പറഞ്ഞു. അതിന് എൻ്റെ വൈഫ് ആത്മഭാരമുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, എത്രയോ പേരെ നരകത്തിൽ പോകുന്നു. അതാ എനിക്ക് വിഷയം. ബാഗ് ഒന്നും വലിയ വിഷയമല്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന അടുത്ത ദിവസം വൈകിട്ട് തിരിച്ച് അമേരിക്കയ്ക്ക് വരണം. എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ഐ ഗ്ലാസ് ഉണ്ടായിരുന്നു, ബാഗിനകത്തുണ്ടായിരുന്നു, അതും പോയല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, രാവിലെ പോയി ഐ ഗ്ലാസ് എടുത്തുകൊണ്ട് അവിടെ ഇന്ദിരാനഗറിൽ പോയി വാങ്ങിക്കണം. എന്നിട്ട് ഉച്ചയാകുമ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കേ കിട്ടത്തുള്ളൂ. ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഓഫീസിൽ വന്നപ്പോൾ കേൾക്കണോ, ഒരു ഓട്ടോക്കാരൻ പകൽ മുഴുവൻ ഓടുക. ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു 10,000-3000 ഓട്ടോ കാണും. ആ മുഴുവൻ ഓടിയിട്ട് അതേ രാത്രി ഓട്ടോ ക്ലീൻ ചെയ്യാൻ വന്നപ്പം ഓട്ടോയുടെ പുറകിൽ ഒരു ബാഗ് ഇരിക്കും. ബാഗ് തുറന്നു നോക്കിയപ്പോ ഉണ്ടല്ലോ, ബാഗിനകത്ത് ഒരു ട്രാക്ട് ഇരിക്കുന്ന ട്രാക്ട് ബാഗിനകത്തൊരു ട്രാക്ട് ഇരിക്കുന്നു. ആ ട്രാക്ട് ഇരിക്കുമ്പം അദ്ദേഹം ട്രാക്ട് കണ്ടു. അതിന്റെ കൂട്ടത്തിൽ 10,000 രൂപയുടെ ക്യാഷ് ഇരിക്കുന്നു. സാധാരണ 10,000 രൂപ ഇരുന്നാല് ആൾക്കാരെന്തോ എന്നറിയാമോ, ഇരിക്കടാ, അവർ ബാഗ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ബാഗ് 10,000 രൂപ എടുത്ത് പോക്കറ്റ് വെക്കും. 10,000 രൂപ എടുത്ത് പോക്കറ്റ് വെക്കും. അതാണ് വിഷയം.
അവരബൗടി അന്തലാരബൗടി പിടിച്ചു അമ്മേ ബൗടി 10,000 രൂപ എടുത്തിട്ട് ബാഗ് എടുത്ത് ഊരക്കളെ. ഇദ്ദേഹം പറയുവാ ഈ ബാഗിനകത്ത് 10,000 രൂപയുടെ കൂട്ടത്തിൽ എന്തോ ഇരിക്കുന്ന തീ കണ്ടെന്ന്. തീ ബാഗിനകത്ത് തീ കണ്ടെന്ന്. ഉദയത്തോടുള്ളി ദൈവം പറയുവാ എന്തുവാ പെട്ടെന്ന് ഈ ബാഗ് തിരിച്ചു കൊടുക്കണം. ഏത് മനുഷ്യൻ കൊടുക്കും? പെന്തക്കോസ്തുകാർ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. പ്രൈസിലോടെ ഈ ബാഗ് ഹിന്ദുവായ മനുഷ്യൻ രാത്രി തീരുമാനമെടുത്ത് ഈ ബാഗ് തിരിച്ചു കൊടുക്കണം. ഈ ട്രാക്റ്റിൽ ഇൻകംപ്ലീറ്റ് അഡ്രസ്സാ. അപ്പറും മിഷൻ ബസ്വാ നഗർ ഫസ്റ്റ് ക്രോസ് എന്നുള്ളു. വീടിന് നമ്പറും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം രാവിലെ തിങ്കളാഴ്ച ദിവസം രാവിലെ ഈ ബാഗും കൊണ്ട് അവിടെ മുഴുവൻ വട്ടം കറങ്ങി ഈ വീട് കണ്ടുപിടിച്ചു, ഓഫീസ് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവന്ന് ബാഗ് കൊടുത്തു. എൻ്റെ അങ്കിള് ഇപ്പം നിത്യതയെ വിശ്രമിക്കുക. പറയാ എനിക്കിത് വിശ്വസിക്കാനൊക്കുന്നില്ല. ബാഗ് കൊണ്ട് കൊടുത്തിട്ട് 10,000 രൂപ അതിൻ്റെ അകത്തുനിന്ന് ഇച്ചിരി പൈസ എടുത്തു. ഒരു പൈസയും വേണ്ട. പിന്നെ നിർബന്ധിച്ചൊരു 100 രൂപ കൊടുത്തു. അത് നിർബന്ധിച്ചുകൊണ്ടാണ് വാങ്ങിച്ചത്. വണ്ടി ഓടിച്ചതിന് 500 രൂപയിലും കൊടുത്തേക്കത്തുള്ളൂ. അവിടെ കഴിഞ്ഞ ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്നും പറയുവാ ഇതുപോലെ ബാഗ് കിട്ടിയെന്ന് പറയാം. ബാംഗ്ലൂരിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. ബാംഗ്ലൂരിന്റെ ചരിത്രത്തിൽ നടക്കാത്ത കാര്യമാണ്. നോക്കണേ, എന്തോ പറയാൻ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ട്രാക്ടർ ഉള്ളത് കൊണ്ട് ആ ബാഗ് തിരിച്ചു വന്നു. ഇന്ന് പലപ്പോഴും അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ടെന്ന് പറഞ്ഞു. അവരിരുന്നാലും ഇതൊക്കെ ബാഗ് പോത്തേ ഉള്ളൂ. എവിടെ പോയാലും ട്രാക്ടർ ഇല്ലാതെ വെളിയിൽ പോകരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതുമെല്ലാം മടങ്ങി വരും എന്നുള്ള നിശ്ചയം തന്നെ. കണ്ടോ, സിസ്റ്ററിന്റെ സാക്ഷ്യം കിട്ടില്ലയോ? വീട്ടിലെ മോടെ ജോലിയുടെ കാര്യം, മോന്റെ വിവാഹത്തിന്റെ കാര്യം, ഇതൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങിരിക്കും. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. പ്രേസിലോട് പോയി കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറയും വിധവ കരഞ്ഞുകൊണ്ടിരിക്കുക, കടക്കാർ വന്ന് പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ. അയ്യോ എന്തോ ചെയ്യാൻ, എൻ്റെ പിള്ളേരെ രണ്ടുപേരെയും ഇന്ന് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയും കുടിച്ച് ഫോട്ടോ എടുത്ത് വെച്ചേക്കാം നമ്മുടെ ചിന്താഗതി. പ്രവാചകൻ പറഞ്ഞുകൊണ്ടല്ലോ അയൽവക്കത്തെ പാത്രം പറക്കാൻ പോകുമ്പം അവരെൻ്റെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകും. അത് നടക്കുമെന്ന് തോന്നില്ല. വേറെ വല്ലതും പറയും. വേറെ ഒന്നുമല്ല, ഇതേ പറയുന്നു. അവള് പോയി പാത്രം പറിക്കൊണ്ടെന്ന് കയ്യിലുള്ള എണ്ണ ഒഴിച്ചപ്പോൾ അവിടെ കടവും തീർന്നു, എല്ലാ കാര്യത്തിനും വിടുതലായി. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തണുപ്പൊക്കെ അവിടെ കിടക്കും. പറഞ്ഞിട്ട് കർത്താവിന്റെ ദാസി പറഞ്ഞു മഴയോട് നിൽക്കാൻ പറഞ്ഞാൽ മഴ നിൽക്കും. കർത്താവിന് ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ചോ, അവൻ നിനക്ക് പ്രേതരോട് വായിക്കുന്നുണ്ട്. അവൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തും, മുട്ടുവീനെന്നാൽ നിങ്ങൾക്ക് തുറക്കുവാൻ ദൈവത്തിന്റെ വചനമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തീർന്നവനെ അവൻ രക്ഷിക്കുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങളെ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. ജന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കണ്ണ് കെട്ടിയിട്ടില്ല, ചെവി കെട്ടിയിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഞാൻ ഇരിക്കുന്ന ക്ലോസറ്റിലെ ഈ ബോർഡ് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല. പ്രൈസിലോട് ഈ വചനം കാരണം ഇപ്പൊ കർത്താവിന്റെ ദാസി പറഞ്ഞില്ലേ, വചനം അങ്ങോട്ട് വായിച്ചുകൊണ്ട് എനിക്ക് ഈയിടയ്ക്ക് വന്ന ദൈവാത്മാവ് വന്ന വലിയ പ്രേരണ. മത്തായിയുടെ ശേഷം തൊട്ട് തുടങ്ങിയിട്ട് ഓരോ അധ്യായം വായിച്ചിട്ട് അതിൻ്റെ അകത്ത് മെയിൻ പോയിന്റുകൾ എന്തോ അധ്യായത്തിന്. 1-ാം അധ്യായത്തിൽ ഞാൻ വായിച്ചതാണ് രാഹാബിന്റെ കാര്യം. പിന്നെ 1-ാമത്തെ അവസാന വാക്യത്തിൽ വായിക്കും ജോസഫ് രഹസ്യമായി ഡിവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞു ചെയ്യരുതോ. ദൈവം പറഞ്ഞ പോലെ അനുസരിച്ച് ആ 2 ഭാഗങ്ങൾ 1-ാം അധ്യായത്തിലെ മെയിൻ പോയിന്റുകളാണ്. ഇനി 2-ാം അധ്യായം മത്തായിയുടെ വിശേഷം വായിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുക. വായിച്ചിട്ട് ഒരു ബുക്കിനകത്ത് കുറിച്ച് വെക്കുക ഈ മെയിൻ പോയിന്റുകൾ. ദൈവദാസനെ ഞാൻ ഒറ്റ ഒരു മിനിറ്റ് കൂടെ നിർത്തോട്ടെ. പറഞ്ഞാട്ടെ. എന്റെ വീട് മുഴുവനും ഞാൻ വയനിൽ കൊണ്ടുള്ള ബൈബിൾ വേർഡ് വാങ്ങിച്ചൊട്ടിച്ചേക്കുക.
ഒത്തിരി ഉണ്ട്. ഈയിടെ ഒരു ദേവദാസൻ വന്ന് കണ്ടപ്പോ അവനോട് ചോദിച്ചു, ഈ വീട്ടിൽ വചനമേ ഉള്ളോ എന്ന് ചോദിച്ചു. അവൻ ഉള്ളെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ 6 കൂടെ കണ്ടുപിടിച്ചു മോളോട് പറഞ്ഞു, മോളെ ഈ അറപ്പ എന്റെ മോളോട് മമ്മിക്ക് എന്താ ഭ്രാന്താന്നോ മമ്മി, വീട് മുഴുവൻ 1 2 ഞാൻ പറഞ്ഞു, യഹൂദരെ വസ്ത്രത്തിന്റെ തൊങ്ങലെ മുഴുവനും വചനമായിരുന്നു, എന്റെ ഭവനം മുഴുവനും ഞാന് പിന്നെ വചനം കൊണ്ട് നിറയ്ക്കാൻ പോവാന്ന് പറഞ്ഞു. സ്ഥലം ഇവിടെ എല്ലാം ഉണ്ട്, അവിടെ എല്ലാം എനിക്ക് വചനം മതി. അതുകൊണ്ട് ആര് ഈ ഭവനത്തിൽ കയറിയാലും കാല് കുത്തിയാലും ഒരു വിടിയിക്കപ്പെടും, ഒരു സൗഖ്യമാകും. പാസ്റ്റർ കേൾക്കണം, എന്റെ വീട്ടിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മർത്താനം 2 തെങ്ങും 2 ചെടിയും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു തീരുമാനം എടുത്ത് എന്റെ ഹസ്ബൻഡ് അതെല്ലാം മാറ്റിയ, ഇനി ഒരാകർഷണവും വേണ്ട, അതെല്ലാം ഞാൻ കൊടുക്കാവുന്നവരുണ്ട്, ആരെങ്കിലും വേണ്ടുന്നവരെടുത്തോ, വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാ. ഒന്നും എന്റെ വീട്ടിൽ വചനമല്ല ഒന്നും വേണ്ട. വചനമുണ്ടോ ദൈവമക്കളെ, നിങ്ങൾക്ക് ഭയങ്കര വിടുതല, ക്രിയേറ്റീവ് പവർ ഒക്കെ ഫസ്റ്റ് ഒക്കെ. വചനം അറിയുകയും വചനം നിന്നെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതാണ് വിഷയം വേണ്ടി നമുക്കൊണ്ട് ഈ കേട്ട വചനം എല്ലാം നമുക്ക് ഉപകാരമായി കടന്നു വരണം. വചനം വായിക്കണം. സമയം ചുമ്മാ ടിവിയുടെ പുറകെ അത് ഇതിനും കളഞ്ഞ് കടയിൽ പോയി സാമാനം വാങ്ങിച്ചിട്ട് കടയിൽ പോകുന്നത് ട്രാക്ടർ കൊടുക്കാനും നല്ലതാണ്, അല്ലാതെ കടയിൽ പോകരുത്. എന്തിനാ ഈ ചപ്പും ചവറിന്റെ പുറകെ പോകുന്നത്? ദൈവം വേണ്ടിയതൊക്കെയാ. ഏലിയാവിന് കാക്കയെ കൊണ്ട് കൊടുത്ത പോലെ എല്ലാം കൊടുക്കും. നമ്മൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ തീരുമാനം എടുക്കാമോ? നിനക്ക് ആവശ്യമുള്ളതൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം. ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്ത് ഒരു കടയിലും അവർ പോയില്ല. ആ സെയിം ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. നമ്മൾ അതും ഇല്ലാത്ത ആവശ്യമില്ലാത്തതിന്റെ പുറകെയൊക്കെ പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം കണ്ട് ദുഃഖിക്കുക. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ എന്റെ അവരുടെ ഗോതമ്പ് കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുവാണ്. മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുവന്ന് എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ. നമുക്ക് അതുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കാം. ദൈവാത്മാവ് പറയുന്ന മാത്രം ചെയ്യാം. അല്പനാളുകൾ ജീവിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കടന്നു പോകേണ്ടിവരാ. നമുക്ക് ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. മാവും പറങ്ങും മാവും ഒന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. എല്ലാം ഇട്ടിട്ട് പോയാൽ ഒക്കത്തുള്ളൂ. സ്വർഗം സന്തോഷിക്കുന്ന ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തെ സന്തോഷിക്കുന്നെങ്കിൽ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഭൂമിയിലുള്ളതൊക്കെ ലോകത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ സ്വർഗീയന്മാർ സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും കർത്താവിനെ അറിയണം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. വേറെ ഒരു കാര്യവും കാണില്ല. അത് നമുക്ക് വേണ്ടിയതെല്ലാം ദൈവം കൊണ്ടുതരും. ഏലിയാവിന് ദൈവം കൊടുത്തതുപോലെ ശബ്ദ മോശ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്ത് മിസ്രൈമിന്റെ എല്ലാം വിട്ടു പുറമെ. മോശ, മിസ്രൈമിൽ നിന്നാൽ നിന്റെ അടക്കം നല്ലതായിരിക്കും, പിരമിഡിനകത്ത് അടക്കുവാണ്. അപ്പൊ നീ ഇങ്ങനെ പോയ ആരാ നിന്നെ അടക്കുന്നത്? അതെനിക്ക് വിഷയമല്ല. ഞാൻ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. മോശയെ ആരാ അടയ്ക്കെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം വന്ന് മോശയെ അടയ്ക്കുന്നു. നീ ഏത് വിഷയമാ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താൽ ദൈവം നിന്നെ അവിടെ വാലല്ല തലയാക്കും. ദൈവത്തിന്റെ കാര്യമായി ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി ഏതുമായി തീരാൻ നമ്മളെ തന്നെ സമ്പൂർണമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും, ആലപ്പുഴ പട്ടണവും കേരളത്തിലെ 14 ഡിസ്ട്രിക്ട്, ഞാൻ ഗ്രൂപ്പിനകത്തൊരു ഒരാളുണ്ട് ചോദിക്കുക, കേരളത്തിലെല്ലാവരും ക്രിസ്ത്യാനികള, എല്ലാവരും അങ്ങ് ദൈവത്തെ അറിഞ്ഞ പിന്നെ എന്തിനാ കേരളത്തിൽ ട്രാക്ട് അടിക്കുന്നതാണ്? ഇന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഹിന്ദുക്കളുണ്ട്. ഇന്ന് ഒരു കറക്റ്റ് റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് ഒരാൾ അയച്ചു തന്നതാ. ഞാനത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇപ്പോഴും ഏതാണ്ട് ഡിസ്ട്രിക്ട് 1.8 ഉള്ളൂ ക്രിസ്ത്യാനികൾ, ബാക്കി മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാ. അയ്യോ, നമ്മൾ എങ്ങനെ മൗനമായിരിക്കും? അതൊന്ന് ആ വീഡിയോ എടുത്ത് നോക്കിയിട്ട് പിന്നെ കരയണം. കേരളത്തെ ഓർത്ത് ദേശത്തിന് 4 പാടും ദൈവത്തിനും അറിയിച്ച് ശക്തിയോടുകൂടെ അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും മനുഷ്യപുത്ര ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുക. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഏതും ചെയ്യുവാന് നമ്മൾ ഒരിക്കലും മൗനമായി പാട്ടും പാടിയിട്ട് വീട്ടിലും സാമ്പാറും ചോറും കഴിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങരുത്. ഇറങ്ങി പുറപ്പെടാം. വേല വലുതും വിശാലമായി കിടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിയിരിക്കാനുള്ള സമയമല്ല. എഴുന്നേറ്റ് ഇറങ്ങി പ്രവർത്തിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.